ഞാൻ PC ജോർജ്, പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ നിന്നും 7 പ്രാവശ്യം MLA ആയ ഈരാറ്റുപേട്ട പ്ലാത്തോട്ടത്തിലെ ചാക്കോച്ചൻ്റെ മകനാണ് ഞാനിപ്പോൾ BJPയുടെ ദേശീയ സമിതി അംഗമാണ്. എൻ്റെ ജനനം 1951 സെപ്റ്റംബർ 29. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഈരാറ്റുപേട്ട കേന്ദ്രമായിട്ടുള്ള മേഖലയിൽ തന്നെയാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് 1996 മാർച്ച് മാസത്തിലാണ് ഞാൻ ഇവിടെ കയറി താമസിച്ചത്. അതിനുശേഷം ഇന്ന് വരെ ഇവിടെ താമസിക്കുന്നു. അതുവരെ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റുള്ള തറവാട്ട് വീട്ടിലാണ്, ലബ്ബറമ്പിൽ എന്ന് പറയും. അവിടെ ഇപ്പോൾ എൻ്റെ അനിയൻ ചാർലിയാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും എവിടെയാണെന്ന് ചോദിച്ചാൽ, ജനിച്ചത് തടനാട് പഞ്ചായത്തിലുള്ള വെള്ളാത്തോലി എന്ന് പറയും, വെള്ളാത്തോട്ടം എന്ന് പറയും. അങ്ങനെ ഒരു തോട്ടം, അവിടെ ഒരു സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടെ വീട്ടിലായിരുന്നു ഞാൻ ജനിച്ചത്. പക്ഷേ അവിടുന്ന് ഒരു 70 വർഷത്തിന് മുമ്പ് ഇങ്ങോട്ട് മാറി താമസിച്ചപ്പോൾ എൻ്റെ ഈരാറ്റുപേട്ട പഞ്ചായത്തിലുള്ള ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ള ലബോറം എന്ന ആ തറവാട്ട് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. 96 വരെയും ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത്രയും കൊല്ലം പഴക്കമുണ്ട് ആ വീടിന്. ഞാൻ ഒരു കാര്യം ഒളിച്ചു നോക്കാൻ പറയാം. എൻ്റെ ജീവിത രീതി നോക്കിയാൽ ഇന്ന് ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു 10ഓ 15ഓ ഇരട്ടി സുഖസൗകര്യത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കഴിഞ്ഞ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവുമാണ് PC പറയേണ്ടത്. എൻ്റെ പിതാവ് ചാക്കോച്ചൻ പ്ലാത്തോട്ടം എന്ന് പറയുന്നത് മാത്രമല്ല, 3000ഓളം കുടുംബങ്ങളുള്ള ഈ മേഖലയിൽ മാത്രം ഒരു വലിയ കുടുംബമാണ് പ്ലാത്തോട്ടം കുടുംബം. എൻ്റെ അമ്മ മറിയമ്മ എന്ന് പറയും. മറിയമ്മ കൂട്ടിക്കലുള്ള പുറപ്പന്താനം കുടുംബത്തിലെയാണ്. പുറപ്പന്താനത്തെ കുടുംബത്തിലെന്ന് മാത്രമല്ല, ഞാനിപ്പം സന്തോഷത്തിൽ ഓർക്കുന്നത് ഈ നവംബർ 8-ാം തീയതി എൻ്റെ അമ്മയുടെ അപ്പൻ്റെ, അതായത് വല്യപ്പൻ്റെ 50ാം ചരമവാർഷികം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അത് കൂട്ടിക്കൽ പള്ളിയിലാണ്. എൻ്റെ അപ്പൻ ഒരു കള്ളുഷാപ്പ് കോൺട്രാക്ടറായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ഇതെല്ലാം കൂടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. കള്ളുഷാപ്പും ഉണ്ട്. ഞാൻ ഓർക്കും എൻ്റെ ചെറുപ്പത്തിൽ കള്ളുഷാപ്പും പട്ടക്കടയും എല്ലാം ഒരുമിച്ച് നടന്നിരുന്ന കാലമാണ്. അന്ന് ഞാൻ താമസിക്കുന്ന വീടിന് ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ തറവാട് വീടിന് താഴെ ഒരു ഷെഡിൽ, അവിടെ എല്ലാ ഞായറാഴ്ചയും തൊഴിലാളികളെല്ലാം കൂടെ 10-5 തൊഴിലാളികൾ കൂടും. അങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു വന്ന സാഹചര്യമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ഈ ആനപ്രാന്തന്മാരായിരുന്നു ഈ പ്ലാത്തോട്ടംകാരെല്ലായിരുന്നു തന്നെ. നമ്മുടെ ആന വളർത്ത് വാനം പാടി പാലാട്ട് കോമൻ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച ഭീമൻ എന്ന് പറയുന്ന ആന ഞങ്ങളുടെ പ്ലാത്തോട്ടംകാരനാണ്. അച്ചൻകുഞ്ഞ് പേരപ്പൻ എന്ന് പറയുന്ന ആളുടെ ആനയായിരുന്നു. ഞാൻ ഈ ആനയുടെ കാര്യം പറയാൻ കാരണം, ആനപ്രാന്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജോർജ് ഉണ്ട് പ്ലാത്തോട്ടം കുമ്പളിയിൽ. അദ്ദേഹത്തിന് ഇപ്പോൾ 36-37 ആനയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട് ടോമി, അവനും ഉണ്ട് 2-3. ചേട്ടനുണ്ട് ജോർജ്, അവനും ഉണ്ട് 5-6 ആനയുണ്ട്. ഈ ആനപ്രാന്തം ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാണ്. ഞാൻ ഓർക്കുന്നത് ഭീമൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ ആനപ്പുറത്താണ് നടപ്പ്. ഈ ആന ഞങ്ങളുടെ വീടിന് മുന്നിലുള്ള പനയിലാണ് കെട്ടും, തെങ്ങിലൊക്കെ കെട്ടും. ആനക്കാർ പോയി കുളിപ്പിച്ച് കൊണ്ടൊക്കെ ആനയെ ഇവിടെ കൊണ്ടുതരും. പിന്നെ ഞാൻ ആനപ്പുറത്ത് കയറിയാൽ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഈരാറ്റുപേട്ട വഴിയെല്ലാം പോകും. സ്കൂളിലൊക്കെ ആനപ്പുറത്തേക്ക് കയറി പോയിരുന്നു. അതിനകത്ത് ഒരു തമാശയായിരുന്നു. അങ്ങനെ വളരെ സുഖലോലഭനായി ജീവിക്കാൻ കഴിഞ്ഞു. എൻ്റെ പഠനം അരുവിത്ര സെൻറ്റ് ജോർജ് കോളേജ്, തേവര സേക്രഡ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം, എറണാകുളമായിട്ട് കുറേ വിദ്യാഭ്യാസമായിട്ട് നടന്നു. അങ്ങനെ ഒക്കെ അലമ്പും തമാശയും ഒക്കെ ആയിട്ട് ജീവിച്ചു. അതൊക്കെ ഒരു ചെറിയ കാലം. ആ കാലം ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. അത് കഴിഞ്ഞ് 1980-ലാണ് ഞാൻ ആദ്യമായിട്ട് MLA ആകുന്നത്. അന്ന് എനിക്ക് 28 വയസ്സ് കഴിഞ്ഞു. 29 വേണേൽ കൂട്ടാം. അപ്പോൾ അന്ന് കൊച്ചു പയ്യനായിരിക്കുമ്പോഴാണ് MLA ആകുന്നത്. അന്ന് MLA ആകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ രംഗത്ത് വന്ന എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ഒരിക്കലും ഒരു MLA ആകുക എന്ന് എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. കാരണം 75 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ, ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ അടിയന്തരാവസ്ഥ പോലെ ഭയങ്കര എതിർപ്പ് പ്രകടിപ്പിക്കുക, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈരാറ്റുപേട്ട പോലീസ് എന്നെ മജിസ്ട്രേറ്റ് കൊടുത്തു. മജിസ്ട്രേറ്റ് എനിക്ക് അന്ന് എല്ലാം കൂടെ 5 അടി പൊക്കമായിട്ട് കൊച്ചു പയ്യനായിരുന്നു. ആ മജിസ്ട്രേറ്റ് എന്നെ എന്തിനാ ഇങ്ങനെ സമരത്തിലൊക്കെ പങ്കെടുത്തതെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചു പോയി. കൊച്ചു പയ്യൻ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പോലീസിനോട്. അങ്ങനെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വലിയ സമരത്തിലൊന്നും ഞാൻ പോയില്ല. ഞാനത് കഴിഞ്ഞ് ഒരു വ്യവസായം തുടങ്ങാം എന്ന് പറയുമ്പോൾ ഒരു കൺഫെക്ഷണറി ഫാക്ടറിയായിരുന്നു എൻ്റെ മനസ്സിലിരുന്ന സ്വപ്നം.
അതിൻ്റെ ഭാഗമായി എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം ഒരു 6 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ നിറച്ച് കെട്ടിടം വെച്ചു. ഒരു 10-40 സ്ത്രീ തൊഴിലാളികളായിട്ട് ഇങ്ങനെ മുട്ടായി കമ്പനി തുടങ്ങി. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ള, ഈ വ്യവസായ സ്ഥാപനമൊക്കെ തുടങ്ങുമ്പം ഏത് വ്യവസായമാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി നല്ല വിവരവും പഠനവും നടത്തണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കാരണം ഞാനിത് പറയാൻ കാരണം, ഞാൻ മുട്ടായി ഉണ്ടാക്കുന്നത്, അപ്പോൾ മുട്ടായി ഉണ്ടാക്കുന്നത് ഞാൻ മുട്ടായി നിന്ന് നല്ല മധുരമുള്ള പഞ്ചസാരയാണല്ലോ മുട്ടായി. ഒന്നാന്തരം ഷുഗർ വെച്ച് ഞാൻ മുട്ടായി ഉണ്ടാക്കിയത്. മുട്ടായിയുടെ അന്നത്തെ കാലത്ത് 8 ലക്ഷം രൂപയുടെ അപ്പം തന്നു. അത് മുഴുവൻ മുട്ടായിയാക്കി നിയമവെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തിലും മുറുക്കാൻകുടി കൊണ്ട് കൊടുത്തു ഞാൻ. അത് വലിയ തമാശ. ആ കൊടുത്തിട്ട് ഓരോരുത്തരും കാശ് തിരികേല. കാശ് തരാത്ത ഞാൻ ബലമായിട്ട് മേടിക്കാനും ഞാൻ പോലും. അന്ന് മാനേജരം രാജു, ഒരു ജോയി, ഇവരൊക്കെ ആയിരുന്നു ഇങ്ങനെ ഈ സുൽത്താനും ഇവരെല്ലാം കൂടെ മുട്ടായി കച്ചവടം. ഏതായാലും മുട്ടായി കച്ചവടം ചെയ്ത് നമ്മൾ അതൊരു ഏകദേശം 8 ലക്ഷത്തോളം രൂപ നഷ്ടം വന്നു അന്ന്. ഏതായാലും അത് നിർത്തി. ഞാനത് പഠിച്ച കാര്യം പഠിക്കുക. അപ്പോൾ ഞാൻ ഈ വ്യവസായം തുടങ്ങുമ്പോൾ പഠിക്കണം എന്ന് പറയാൻ കാരണം, ഞാൻ തുടങ്ങിയ മുട്ടായി കമ്പനി കൺഫെക്ഷൻ ഫാക്ടറി തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. മുട്ടായി ഉണ്ടാക്കുന്ന കണ്ടസാര എന്ന് പറയുന്ന സാധനം പഞ്ചസാരയല്ല. പഞ്ചസാര ഒരു ചെറിയ അംശം വല്ലതേ ഉള്ളൂ, പക്ഷേ കണ്ടസാരയാണ്. ആ കണ്ടസാര കൊണ്ട് ഈ മുട്ടായി ഉണ്ടാക്കി ഒരിക്കലും നഷ്ടം വരികയില്ല. ഇത് പഠിക്കാനുള്ള വിവരം എനിക്കില്ലാതെ പോയി. ഞാൻ മുട്ടായി കൊണ്ട് കൊടുത്ത് അന്ന് ഒരു തമാശ ഇപ്പോഴും ഓർക്കുക. എല്ലാ കടയിൽ നിന്നും മുട്ടായി കൊടുത്ത് ആരും കാശ് തരുന്നില്ല. ഞാൻ കട നിർത്തിയേക്കാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം നേരെ ഫാക്ടറിയോട് കയറി ചെന്നു. പെണ്ണുങ്ങളെല്ലാം ഉണ്ട്. പെണ്ണുങ്ങളെല്ലാം പൊട്ടായി പൊതിയുന്നവരാ. എല്ലാവർക്കും കൂലി കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ചോദിച്ച കാശ് കൊടുത്ത് എല്ലാവരും പിരിച്ചുവിട്ടിരിക്കുന്നു പറഞ്ഞു. ആ മുട്ടായി ഈ പാവിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 3 വലിയ പാത്രത്തിൽ. അത് ആ തോട്ടിലോട്ട് ഒഴുകിയേക്കാൻ പറഞ്ഞു. ഫാക്ടറി നിർത്തിയിരിക്കുന്നു പറഞ്ഞു. എനിക്ക് കാശും വേണ്ടെന്നു. ഈ കാശ് ആരും വേണ്ട, പ്രശ്നം തോന്നുന്നില്ല. കാശ് മേടിക്കാനും പോയില്ല. ഒരു വലിയ സംഭവം ഉണ്ടായി അന്ന്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത് കഴിഞ്ഞ് പലരും എന്നെ കാശിൻ്റെ കഴിഞ്ഞാൽ ഈ കാശ് വേണ്ടെന്ന് എല്ലാവരോടും. ഒരിക്കൽ ഞാൻ ഉപേക്ഷിച്ച ആ സാധനം വരുന്ന കാശ് മേടിക്കുന്നു. ഒരു ദിവസം വീട്ടിലിങ്ങനെ ചാരിയിരിക്കുക. ഈ അരപ്പിത്തിയ അത് ഇരിക്കുക. അപ്പോൾ ഈ പനക്കപ്പാലത്തുള്ള ഒരു നക്സലൈറ്റ് ഉണ്ട്, ആൻ്റണി ചേട്ടൻ. നക്സലൈറ്റ് അങ്ങനെ പോലീസും ബോളൊക്കെ ഉള്ള ആളാണ്, നക്സലൈറ്റായിട്ട് അറിയപ്പെടുന്ന ആളാണ്. പുള്ളി വീട്ടിലോട്ട് വന്നു. എന്നെ ആൻ്റണി ചേട്ടാ വിശേഷം പറഞ്ഞ് ഞാൻ വേഗം ഏറ്റു. എന്നെ കുഞ്ഞുമോനെ എന്നാണ് വിളിക്കുന്നത്. പുള്ളി പറഞ്ഞു, കുഞ്ഞുമോനെ, ഞാൻ കടയിൽ കൊണ്ടുവന്ന് നിങ്ങൾ കാശ് തന്നിട്ട് നിങ്ങൾ കാശ് മേടിക്കാൻ പറ്റുന്നത് ഇത് എന്നെ ഇടപാടാന്ന് ചോദിച്ചാൽ നിങ്ങൾ നിർത്തിയെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കാശ് ആവശ്യം, അതുകൊണ്ട് ഒന്ന് ഇതിൻ്റെ ഒരു 190 രൂപ ഞാൻ തരാറുണ്ട്, ഇന്നാ പിടിച്ചോളാം പറഞ്ഞ് മേശപ്പുറത്ത് വെച്ചു, അല്ല ഭിത്തിയിലോട്ട് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻ്റി ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആരോടും കാശ് മേടിക്കുന്നില്ല. ഞാനത് ഉപേക്ഷിച്ച 7 ലക്ഷം രൂപ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ഇനി അത് മേടിക്കുന്നത് ശരിയല്ല. ആരോടും മേടിക്കാത്ത ആൻ്റി ചേട്ടൻ മേടിക്കുന്നതിൻ്റെ ന്യായം എന്നാ? അതുകൊണ്ട് എനിക്ക് ആ കാശ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആൻ്റി ചേട്ടൻ പറഞ്ഞു, ഞാൻ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്, ആരുടെ ഔദാര്യം പറ്റി ജീവിക്കുന്നവനല്ലേ, ഞാൻ പണിയെടുത്താണ് ജീവിക്കുന്നത്, ഞാൻ ചെറു കച്ചവടം ചെയ്യുക. ആ കച്ചവടത്തിൽ അനിയൻ്റെ ഒരു മുട്ടായിയാണ് കൊണ്ടുവന്ന്, നല്ല മുട്ടായിയായിരുന്നു, എനിക്ക് വിരോധമൊന്നുമില്ല, അതിൻ്റെ കാശ് മേടിക്കണം, അതുകൊണ്ട് ഈ കാശും എടുത്തോളാൻ പറഞ്ഞു. പുള്ളി ഇറങ്ങിപ്പോയി. അങ്ങനെ ആകെ ഞാൻ മുട്ടായി കമ്പനി നിർത്തിയതിന് ശേഷം പണം മേടിച്ചത് ആ നക്സലൈറ്റായ ആൻ്റണി ചേട്ടനോട് മാത്രമാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടത്. അങ്ങനെ മുട്ടായി കമ്പനിയൊക്കെ നിർത്തി കഴിഞ്ഞു ഇങ്ങനെ നടക്കുന്ന കാലമാണ്. അങ്ങനെ തീരായിട്ടോടെ ഇറങ്ങി എപ്പോഴും 10-30 പിള്ളേർ കാണും, ചെറുപ്പക്കാർ കമ്പനി. അപ്പോൾ അങ്ങനെ പോകും. അങ്ങനെ പോയി ഇങ്ങനെ നടക്കുന്ന കാലത്ത് ഈ അരിത്രപ്പള്ളിയിലൊക്കെ പോകും. പള്ളിയായിട്ട് നല്ല ബന്ധമായിരുന്നു എനിക്ക്. ഈ ആഴ്ച കൊച്ചച്ചന്മാർക്കായിട്ട് നല്ല ബന്ധമാണ്. അവിടെ പോകും, പള്ളിയിൽ പോകും, കുർബാന കാണും, വീട്ടിൽ വരും. പിന്നെ രാവിലെ മുതൽ ആറ്റിച്ചാട്ടം. ഇങ്ങനെ ടി.ആർ. തോമൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്തോട് പോയി അവിടെ വടകരക്കടവിലായിരുന്നു ആറ്റിച്ചാട്ടം. അവിടെ ഒരു 10-30 പിള്ളേർ വന്നുകൂടും, ആറ്റിച്ചാട്ടം വെള്ളമായിട്ടങ്ങ് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ജീവിച്ച് വന്നപ്പോൾ ഒരു ദിവസം ഈ രാഷ്ട്രീയ ഒരിക്കലിൽ ഈ മാണിസാറ് സത്യത്തിൽ നല്ല മനുഷ്യൻ, ഇപ്പോൾ സത്യം പറയണമല്ലോ, അങ്ങേരോട് എനിക്കെതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാലാ പൂഞ്ഞാർ തർക്കമാണ്. പാലായിൽ എന്തെല്ലാം ഉണ്ടാവും അതെല്ലാം KM മാണി ഉണ്ടാക്കുന്നു. പൂഞ്ഞാറ്റിലുള്ള ഒപ്പിയാമരൊന്നും ഉണ്ടാക്കുന്നത് ഇവയെ പറയാൻ കൊള്ളുകയില്ല. ഇവിടെ പൂഞ്ഞാറ്റിൽ ജോറി സാർ MLA ആയാണ്. ഇവിടെ പാലം ഉണ്ടാക്കാൻ ജോറി സാർ മൂവാറ്റുപുഴ പാലം ഉണ്ടാക്കും, വെള്ളം ഉണ്ടാക്കുന്നു. പക്ഷേ ഈരാറ്റുപുഴയുടെ കാര്യം നോക്കാൻ ആളില്ല. പൂഞ്ഞാറിൻ്റെ കാര്യം നോക്കാനും ജോറി സാറിന് സമയമില്ല. ജോറി സാറ് ഞാൻ ഓർക്കാം, ഞാൻ 80 MLA ആയി കഴിഞ്ഞാൽ പെരിങ്ങളം അടിവാരം റോഡ് ടാർ ചെയ്തതെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് എന്തൊരു സങ്കടകരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നീളത്തിൽ.
അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഞാനിങ്ങനെ മാണിവിരോധം വെച്ച് പുലർത്തുന്നവനെ. കാരണം ഈ സത്യത്തിൽ എൻ്റെ ഒരു കുശുമ്പാണ്. കാരണം പാലായിലെല്ലാം ഉണ്ടാക്കുന്നു പോലെ പൂഞ്ഞാൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ആ പ്രയാസമാണ് KM മാണി വിരോധം എനിക്ക്. അങ്ങനെ മാണി സാറിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, അങ്ങനെ പോയി കാണാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഇച്ചിരി കേരള കോൺഗ്രസ് അനുഭവത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 79 കേരള കോൺഗ്രസ് സ്പ്ലിറ്റ്. ഈ TN ജേക്കബ് എൻ്റെ വീട്ടിൽ വരികയും ജേക്കബ് ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടാകും. ജേക്കബായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ TN ജേക്കബ് വന്നു. ജേക്കബ് പറഞ്ഞു, ചോറയെ അപ്പോൾ എറണാകുളത്ത് പഠിക്കുന്ന കാലം ഞാൻ ജേക്കബ് തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. അന്ന് മുതലുള്ള KC ബന്ധമാണ് ജേക്കബായിട്ടുള്ളത്. ജേക്കബ് പറഞ്ഞു, ചോറയെ നമുക്ക് ജോസഫിൻ്റെ കൂടെ നിൽക്കണം, മാണിയെ തോപ്പിക്കണമെന്ന്. ആയിക്കോട്ടെ, എനിക്കങ്ങനെ പ്രത്യേകത ഞാൻ ജോസഫിൻ്റെ കൂടെ കൂടി. അങ്ങനെയാണ് ജോസഫിൻ്റെ കൂടെ കൂടിയിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് ജോസഫ് എല്ലാം കൂടെ വന്നു. കോട്ടയം ജില്ലയിലേക്ക് ഒരു മാർച്ച് നടത്തുകയാണ്. ഞാൻ വെച്ചെങ്ങനെ കാളകെട്ടി, ഇവിടെ കാളകെട്ടി എന്ന് പറയുന്നത് പൂഞ്ഞാറിൻ്റെ അതിർത്തിയാണ്. അന്ന് ആ കാളകെട്ടിയിൽ നിന്ന് POS നേതൃത്വം ഒരു ജാഥ, ആ ജാഥ കോട്ടയത്ത് കൊണ്ട് സമാപിപ്പിക്കുന്നത്. കാരണം അതോടുകൂടി കോട്ടയം ജില്ലയിൽ മാണിയുടെ സെൻറ്ററിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഈ പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോഴത്തേന് മാണിയുടെ പ്രസ്താവന വന്നു, പാലാ കടത്തി വിടുകയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. എന്നാണെന്നറിയാവോ, പാലായ സെൻറ് തോമസ് കോളേജിൽ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് എറിയണമെന്ന് എൻ്റെ പ്രാർത്ഥന. കാരണം ഞാൻ ദേവരെ പഠിക്കുമ്പം പാലാ സെൻറ് തോമസ് കോളേജിൽ തിരിച്ചു വന്ന് പഠിച്ചേക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അപ്പൻ പറഞ്ഞ് നിർബന്ധിച്ചനുസരിച്ച് ഞാൻ ഇവിടെ വന്നു പാലായിൽ. ഞാൻ ദേവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവരായി ശീലം തല്ലിപ്പുള്ളി അലമ്പുമായിട്ട് കിടക്കല്ലേ. അപ്പോൾ അപ്പൻ്റെ നിർബന്ധത്തിന് വഴി എന്നാൽ പാലായി വന്ന് പഠിച്ചേക്കാം എന്ന് വിചാരിച്ച് വന്ന്. അന്ന് ഞാൻ ഫിസിക്സാണ് സബ്ജക്റ്റ് ഡിഗ്രിക്ക്. അന്ന് അരയത്തെ വർക്കി സാറാ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പാലായിരം. അദ്ദേഹത്തെ വന്ന് നിശ്ചയം പറഞ്ഞ നിശ്ചയം വന്ന് കണ്ടു. അപ്പോൾ വർക്കി സാറ് പറഞ്ഞ്, നിൻ്റെ അപ്പം പറഞ്ഞിരുന്നു, ചാക്കോച്ചനോട് പറഞ്ഞിരുന്നു, നീ പ്രിൻസിപ്പലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോയി ചേരാൻ പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തിൽ പാലാ സെൻറ് തോമസ് ചേരുകയാണല്ലോ. ഞാൻ മാനേജരെ പ്രിൻസിപ്പലിനെ കണ്ടേച്ച് പോയി TC വാങ്ങാൻ പറഞ്ഞു. ഞാനങ്ങനെ എന്നെ തോമാച്ചൻ്റെ അടുത്തോട് ചെന്ന് അന്ന് ഞാൻ അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ, നീ ആരാടാന്ന് ചോദിച്ചെങ്കിൽ തുടങ്ങിയില്ലേ ഈ എന്നെ തോമാച്ചൻ. ഒരു വൈദികൻ ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയോട് പെരുമാറി സത്യം പറയാതെ തോന്നി. ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിച്ച് നോക്കിയിട്ട് അയാൾ വിടുകയല്ലേ, ഇതിനെയൊക്കെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, അടിച്ച് പല്ല് പറിക്കണം എന്ന് ഞാൻ കുറച്ചേറെ കഴിയുമ്പോൾ എൻ്റെ വായി വന്നൊരു 4 എണ്ണം ഞാനും പറഞ്ഞു. അയാൾ ഞാൻ ഇറങ്ങി പോകുന്നു, അവിടെ പഠിത്തം നടക്കല്ലോ, ഞാൻ ഇറങ്ങി പോകുന്നു, അതേവരേക്ക് പോവുകയും ചെയ്തു. ആ വൈരമൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ യാത്ര ജോസഫിനെ പോകുമ്പം പാലായിൽ കടത്ത് കിടന്നു സെൻറ് തോമസ് കോളേജിൽ അവിടെ ചെല്ലുമ്പോൾ ഇവന്മാരാരെങ്കിലും ഒന്ന് എറിയണമെന്ന് എൻ്റെ പ്രാർത്ഥന. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ 10-200 ഗുണ്ടകളെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ കൊണ്ടാന്ന് കൂട്ടിക്കൊണ്ടാൽ മതി കേട്ടോ. സത്യത്തിൽ മനുഷ്യനെ പറയുന്നത് ശരിയല്ലല്ലോ. എൻ്റെ ഉദ്ദേശം എന്നെ കോളേജ് അടിച്ച് തീർക്കുകയാണ്. ചെന്നു പതുക്കെ അങ്ങനെ ഇവിടുന്ന് പ്രകടനമൊക്കെ പോവാണ്. ഭരണങ്ങാനത്ത് അവസാനിപ്പിച്ച ആദ്യ ദിവസം, രണ്ടാമത് ഭരണങ്ങാനം തുടങ്ങി. അപ്പം നമ്മുടെ ഗുണ്ടപ്പടയെല്ലാം വന്ന് പറഞ്ഞാൽ POSപ്പിൻ്റെ അമ്മയുടെ ആങ്ങളോ വാഴ ബേബിച്ചേട്ടൻ പറയും, ഒരു നല്ല മനുഷ്യനാണ്, 3 നിലവിൽ. ആ ബേബിച്ചേട്ടനെ എൻ്റെ ഏറ്റവും വലിയ അടുത്തയാൾ. ബേബിച്ചേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുക തകർക്കണമെന്ന്. ഞാനും ബേബിച്ചേട്ടനോട് ഒരുമിച്ച് കൂടി നിൽക്കുക. ബേബിച്ചേട്ടൻ്റെ ആളുകളും കൊണ്ടുവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ബേബിച്ചേട്ടൻ എനിക്ക് സെൻറ് തോമസ് കോളേജിൽ വൈരാഗ്യമുണ്ട്, തീർത്തേക്കാൻ മനയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങോട്ട് എന്നെ എറിയണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ ആളെ ചുമലപ്പെടുത്തിക്കുക, നമുക്കിട്ട് എറിയാതെ അങ്ങോട്ട് കയറാൻ പറ്റുകയുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഞാൻ ആ അൽഫോൺസ കോളേജ് കഴിഞ്ഞ വഴവ് തിരിയുകയും പടപടാന്ന് കല്ല് വരിക സെൻറ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന്. ദൈവം തമ്മിൽ അരിയത്തെ വലിച്ചാൽ നന്ദി എന്ന് പറയുകയും ഒരൊറ്റ വിസിലടിയാൻ ഒരു കയറ്റമാണ്. ഒരു 10-20 ഞങ്ങൾ 200 എണ്ണം അടിച്ച് കോളേജും തകർത്ത് ഓട്ടിച്ച് പ്രിൻസിപ്പലിൻ്റെ മുറി കയറി മേശ ഉൾപ്പെടെ തകർത്ത് അച്ഛനെ പേടിച്ച്. ഇതിൻ്റെ ജീവിതം ഒരു വൈദ്യനാണ് ഇതുപോലെ ജീവിതത്തിൽ വെച്ചിട്ടില്ല. അയാളെ മേത്ത് പിടിച്ചല്ലോ, ബാക്കിയെല്ലാം ആയിക്കിട്ടും ചെയ്തു. എൻ്റെ തോമാച്ച വലിയ സാധനമല്ല, ആയിക്കോട്ട് കൊടുത്തേക്കാന്ന് വെച്ചു. ആ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ മുറി തകർത്ത് ഹോസ്റ്റലിൽ നിന്ന് പിള്ളേരെ ഇറങ്ങി വിടുക. അതാ എനിക്കിപ്പോഴും ദുഃഖമുണ്ട്. ഹോസ്റ്റലിൽ പിള്ളേരൊക്കെ അടിച്ചോടിച്ച് തെറ്റായിപ്പോയി, അടിച്ചോടിച്ച്. അങ്ങനെ പിള്ളേരൊക്കെ ആറ്റിച്ചാടിയാണ് രക്ഷപ്പെട്ടു. അതുപോലെ റൗഡിസം കാണിച്ചേച്ച് തിരിച്ചു വന്ന് ഞങ്ങൾ നടന്നങ്ങ് പോയി. അപ്പോൾ എൻ്റെ വൈരാഗ്യം ഞാൻ തീർത്തതാണ്. അങ്ങനെ കോട്ടയത്ത് പോയി സ്വഭാവിച്ചു. ഇത് പറയാൻ കാരണം അന്നത്തെ സ്വഭാവത്തിൽ കാണിച്ച വൈരാഗ്യം. എനിക്ക് ദുഃഖമുണ്ട്. സെൻറ് തോമസ് കോളേജ്, പാലാ സെൻറ് തോമസ് കോളേജ് ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെ വന്ന് ഏറ്റവും കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ കോളേജാണ്. ആ കോളേജിനോടാണ് ഈ റൗഡിസം ഞാൻ കാണിച്ചത്. പക്ഷേ എന്നോട് ചെയ്തത് തെറ്റ്, അത് വേറെ വശം. പക്ഷേ എനിക്ക് ക്ഷമിക്കാമായിരുന്നു. പ്രീ ഡിഗ്രിക്ക് അരിയത്ര കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അരിയത്ര കോളേജ് പഠിക്കുമ്പോൾ അന്ന് ഈ വിദ്യാഭ്യാസ സമരം നടന്ന ഈ ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമാണ്.
ആ സമരത്തിലാണ് നമ്മളെ 20% ഈ മാനുവിൻ്റെ കോട്ട വന്നത്. ആ സമരത്തിൽ വയ്ക്കും ഞാൻ എറണാകുളത്ത് പഠിക്കുകയാണ്. ഞാൻ അന്ന് അരുവത്ത വരുമ്പോൾ സംഘർഷം ഉണ്ടാകുന്നതുകൊണ്ട് ഞാനന്ന് എറണാകുളം നീരാറ്റോട്ട് വന്ന് നിൽക്കുക. അരുത്തപ്പള്ളി ഭാഗത്ത് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് എൻ്റെ പടയായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പം പുറത്തുകാട്ടി ജോസ് എന്ന് പറയുന്ന പയ്യനാണ്. അവൻ ഈ ചരിത്ര സ്കൂളിൽ പഠിക്കുക. അവൻ്റെ നേതൃത്വത്തിൽ മാനവൻ അയലുമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ ഇറങ്ങി വരിക. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പം ഈ ചേർനാട് കവലയിലുള്ള ഒരു മാൻ, എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു മാനിന് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഓടിച്ചത് ഒറ്റ അടിയാണ് ജോസിനിട്ട്. ഞാനിത് കണ്ടോണ്ട് ഓടിപ്പാഞ്ഞ് എന്നിട്ട് എടുത്തിട്ട് അവിടെ കൊടുത്തു. ഒഴിയുന്ന അതിന് മേലാരും തൊഴിക്കാത്തവർ തൊഴിച്ചവനെ ഏട്ട് അടിയും കൊടുത്ത് ഏതായാലും ആ സമരമൊക്കെ അങ്ങനെ തീർന്നു. ഇത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ ജോസ് ജയിച്ചു. ജോസിന് അരുത്തക്കുള്ള അഡ്മിഷൻ ചെന്നപ്പോഴത്തേക്കിന് അച്ഛൻ കൊടുക്കുകയില്ല. അപ്പോൾ അതിനെ കൊടുക്കാത്തതെന്ന് അവൻ്റെ വീട്ടുകാർ വെച്ചപ്പം അച്ഛൻ പറഞ്ഞത് അവൻ സമരക്കാരനാണ്, അതായത് ഈ കത്തനാർക്ക് വേണ്ടി സമരം ചെയ്തതാന്ന് ഓർത്തോളം. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, അത് മോശമല്ലേ. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛോ അഡ്മിഷൻ ജോസിന് കൊടുക്കണമല്ലോ, കൊടുക്കല, നീ പറഞ്ഞവർക്ക് അഡ്മിഷൻ കൊടുക്കും, ഞാൻ കൊടുക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥനാ സത്യാഗ്രഹം അരുത്തപ്പള്ളി പ്രഖ്യാപിച്ചു. ആ പ്രാർത്ഥനാ സത്യാഗ്രഹം പ്രഖ്യാപിച്ച ഒരു ഗുണം കിട്ടി. തിങ്കളാഴ്ച രാവിലെ ഒരു അരുത്തപ്പള്ളിക്കകത്ത് പ്രാർത്ഥനാ സത്യാഗ്രഹം വെച്ചിരിക്കാൻ പിള്ളേരും ഉണ്ണം പിടിയിരിക്കും. പക്ഷേ വെള്ളിയാഴ്ച എല്ലാ പള്ളിയിലും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിക്ക് പ്രാർത്ഥനാ സത്യാഗ്രഹം വെച്ചാണ് പുള്ളിക്ക് സുബുദ്ധിയും നല്ല ബുദ്ധിയും ഉണ്ടാകാൻ വേണ്ടി ഈ കുർബാനയ്ക്കിടയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ ഈ പലാരൂപതകളിൽ എല്ലാ പള്ളിയിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞോടി ദൈവം തമ്പുരാൻ്റെ കാര്യം എന്ത് കുർബാന എനിക്ക് കിട്ടിയെന്നറിയോ, ഇതിപ്പോൾ ഒരു സന്തോഷം എനിക്കില്ല. അത് നന്നായെന്ന് ഞാൻ പറഞ്ഞു. അയാൾ സത്യാഗ്രഹിക്കാൻ തീരുമാനിച്ച് മാറുന്നില്ല ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ടി എ തോമൻ്റെ നേതൃത്വത്തിൽ പള്ളി ചർച്ച തുടങ്ങി. പള്ളി 2ാം ദിന ചർച്ചയാണ്. അപ്പം ഞാൻ പുറകെ TS പിള്ളച്ചൻ എന്ന് പറയും, അവിടെ ഒരു അരിത്ര പള്ളിയുടെ മുൻവശത്തൊരു ചായക്കടയുണ്ടെന്ന്, അതിൻ്റെ മിന്നലെ ഞാൻ കുത്തിയിരിക്കുന്നത്. ഞങ്ങളെല്ലാം പഴയമായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് നേരം ഇപ്പം പള്ളിയിൽ നിന്നൊരു ഒരു കണക്കൻ അല്ല ഒരു പ്യൂൺ വന്നിച്ചു, കപ്പ്യാർ വന്നിച്ച് ഇങ്ങനെ വികാരിച്ചന് മുകളിലോട്ട് വിളിക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആരാ? തൊമ്മൻ സാറുണ്ട്, ടി എ തോമൻ സാർ, ഒരു നല്ല മനുഷ്യൻ കേട്ടോ. പിന്നെ പ്ലാത്തോട് ചാക്കോച്ചനുണ്ട്, അതിൻ്റെ അപ്പനെ. അപ്പോഴേക്കും മനസ്സിലായി നമ്മളെ പേടിപ്പിക്കാനാണ്. ഞാൻ വിളിച്ചില്ല, ചെല്ലായിരിക്കാൻ പറ്റി ചെന്നപ്പോൾ എന്നാന്ന് ചോദിച്ചു. അന്ന് എൻ്റെ അപ്പനാണ് സംസാരിക്കുന്നു. നീ സത്യാഗ്രഹം വെച്ചിട്ടുണ്ടോന്ന്. അപ്പം ഞാൻ എൻ്റെ അപ്പ ചാച്ച എന്നോട് ക്ഷമിക്കണം, കുഞ്ഞുമാനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം. PCOറിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ സ്റ്റുഡൻസ് ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായി മര്യാദയ്ക്ക് കേശം കസേരയിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം. ചാച്ച ഇരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, ഇതാണ് തീരുമാനമെന്ന്. ഉടനെ തൊമ്മൻ സാർ പറഞ്ഞു, ചാക്കോ ചാത അതിൻ്റെ ശരി. പിന്നെ ചാച്ചൻ പണങ്ങി സ്ഥലം വിട്ടു. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ചർച്ച തുടങ്ങി. 4 മണിയായിട്ടും ചർച്ച ചെയ്തത് ഞാൻ സമ്മതിക്കില്ല അഡ്മിഷൻ കൊടുക്കാതെ. അരുത്തപ്പള്ളി 4 മണി കുർബാനുണ്ട്, ആ കുർബാന നീട്ടി വെച്ചിരിക്കുക പ്രഖ്യാപിക്കാൻ. അപ്പോൾ അവസാനം ചർച്ച ചെയ്ത് കടക്കൻ്റെ മുടിയിലാണ് ചർച്ച, കൈക്കാരന്മാരുടെ ചർച്ച ചെയ്ത് അവസാനം തൊമ്മൻ സാറ് പച്ച മഷിക്ക് എഗ്രിമെൻ്റ് എഴുതി തന്നു. മേലിൽ അരുവത്ത ഇടയുള്ള എല്ലാവർക്കും മാനേജരോട് അഡ്മിഷൻ കൊടുത്തുള്ള അന്ന് എഗ്രിമെൻ്റ് എഴുതി വികാരിച്ച് ഒപ്പിട്ട് തൊമ്മൻ സാർ എടുത്ത് തന്ന് അങ്ങനെ ആ സമരം തീർന്നു. അപ്പോൾ ജോസിൻ്റെ കാര്യം, ജോസിൻ്റെ അപ്പനില്ല അന്ന്, ജോസിൻ്റെ അപ്പൻ എന്നെ കൊടുത്തില്ല, ജോസിൻ്റെ ഏട്ടൻ കുഞ്ഞേട്ടൻ എന്ന് പറയും. കുഞ്ഞേട്ടൻ ഇപ്പം മലബാറിന് പോയി. കുഞ്ഞേട്ടൻ വന്നു, ജോറയല്ല കുഞ്ഞുവനെ നിൻ്റെ സമരത്തിൽ ഞങ്ങളെല്ലാം പിന്തുണയുണ്ട്, അനുകൂലമാണ്, പക്ഷേ ഇവനെ ഇനി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെന്ന്. അങ്ങനെ പ്രശ്നം ഈ കോളേജ് പഠിപ്പിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ആ പ്രശ്നം ഞങ്ങൾ സമാധാനമാണ്. പക്ഷേ അതിനുശേഷം ഇടവക്കാർക്കെല്ലാം അഡ്മിഷൻ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരത്തിന് മുമ്പ് സമരം പ്രഖ്യാപിച്ച് ഇങ്ങനെ നോട്ടീസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുക, പാലാ DYSP ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾ സമരം ചെയ്യുന്നു. ഞാൻ നീ താനാരാ? എനിക്ക് മനസ്സിലായില്ല. DYSP തനിക്കെന്നാ കാര്യം? നീ ഇവിടെ കോളേജിൽ പിള്ളേരെ പഠിപ്പിക്കുക, എന്നെ പഠിപ്പിക്കരുത്. എറണാകുളത്ത് പോലീസോട് സ്ഥിരം അടിവെക്കുക എൻ്റെ പണി, എന്നെ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമരം ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് എന്നാ കാര്യം? ഞാൻ ചെയ്യും. അതൊക്കെ മനസ്സിലായി ഇതോട് ചിലവാകണം. അങ്ങനെ അന്നേരം സ്ഥലം വിട്ട് അരമനയിൽ ചെന്ന് നടക്കാനെന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ആൾ വിട്ടു ചെല്ലാൻ പറഞ്ഞു. ഞാനും അഡ്വക്കേറ്റ് അഗസ്റ്റ്യൻ സേവർ എന്ന് പറയും എൻ്റെ അടുത്താണ്. ഞങ്ങൾ അരമനയിൽ ചെന്ന് അന്ന് വൈരിപ്പിതാവ്, നല്ല പിതാവട്ടോ, നല്ല മനുഷ്യൻ. നീ പള്ളിയിൽ സത്യാഗ്രഹം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് സൗകര്യം ഉണ്ടായിട്ടാണ്. മനസ്സിലായില്ലേ? നോട്ടീസ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, പിന്നെ പറയേണ്ട കാര്യം. ഇങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുന്നുള്ളൂ? മര്യാദയ്ക്ക് സംസാരിക്കുന്നുള്ളൂ.
പിതാവ് എന്ന നിലയിൽ സ്റ്റുഡൻസ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റിനോടാണ് ചെയർമാനോട് സംസാരിക്കുന്നതെങ്കിൽ ആ മുറിലോട്ട് കയറിയിട്ട് ഞാനും വന്നിരിക്കാം, സംസാരിക്കാം. അതല്ല ഈ വരാന്ത വെച്ച് സംസാരിക്കാനാവണമെന്ന് എൻ്റെ അടുത്ത് ചിലവാകിയാലെന്ന് പറഞ്ഞു. പിതാവിന് മനസ്സിലായി എൻ്റെ അടുത്ത് വേല ചിലവാകിയാലും. എന്നാൽ നീ പൊക്കോളാം, എന്നാൽ ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് പോരുകയും ചെയ്തു. പിതാവായിട്ട് അന്ന് ഇച്ചിരി മോശമായിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കേണ്ടി വന്നു. ഈ ദുഃഖം ഉണ്ടായി പിതാവോട് അത്രയും പറഞ്ഞു തരും. കാരണം ഇത്രയും നല്ലൊരു പിതാവ് ലോകത്തുണ്ടായിട്ടിരുന്ന് വിശ്വസിക്കുന്ന ആളായി. ഏതായാലും അങ്ങേരെ രസമാണ്. അത് കഴിഞ്ഞ് 81 കല്യാണമാണ് എൻ്റെ. 80 ഞാൻ MLA ആകുന്നു. ആ കല്യാണത്തിന് ഞാൻ മെത്രാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം എഴുത്തപ്പള്ളി വിചാരിച്ചും എന്നെ കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അരമന എനിക്കെൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. പിതാവ് ഞാനോട് ഇഷ്ടമല്ലല്ലോ. രസം എന്നാന്നറിയോ, ഈ പിതാവ് എന്നെ കല്യാണത്തിന് വിളിച്ച 2000 രൂപ അരമന കെട്ടി വെക്കണം. എന്നെ തുക മറന്നുപോയി. ആ തുക കെട്ടി വെച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു സ്വർണ്ണമാല കൊടുത്തു വിടും പള്ളിയിലോട്ട്. ആ സ്വർണ്ണമാല ഇട്ട് മെത്രാനെ ഈ പെട്ടാൻ പോകുന്ന ചെറുക്കൻ സ്വീകരിക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ കല്യാണത്തിന് 2 ദിവസവും വിചാരിച്ച് വിളിച്ചു, കുഞ്ഞുമാനെ ഒന്ന് ഇവിടം വരെ പറഞ്ഞോളൂ. ഞാൻ ഓടി പള്ളി ചെന്നു. പള്ളി ചെന്നം വിചാരിച്ച് ഇതേ സ്വർണ്ണമാല മെത്രാൻ കൊടുത്തു വിട്ടിരിക്കുക പിതാവ്. ഞാൻ വെച്ചാൽ കല്യാണത്തിന് പിതാവ് വരുന്നതാണ് പറഞ്ഞത്. എൻ്റെ ദൈവം വിളിക്കാതെ വരുന്നു, മോശമായി പോയല്ലോ. ഞാൻ അച്ഛൻ ഇനി എന്നാ ഒരു മാർഗം, എന്നെ പറയും ഇപ്പം തന്നെ പോയി പറഞ്ഞേക്കാമോ. ഞാൻ ഉടനെ വണ്ടി കയറി അരമന ചെന്നു. പിതാവിനെ കണ്ട് കൈമുത്തി ക്ഷമ ചോദിച്ചു പുള്ളി വന്ന് കല്യാണം നടത്തി തന്നു. ഞാൻ പറഞ്ഞത് ഒരു പിതാവിൻ്റെ മനസാക്ഷിയാണ്. അതായത് ഞാൻ വിളിക്കാതെ എന്നെ കെട്ടിക്കാൻ MLA ആണ്, ചെറുപ്പക്കാരനാണ്, പാലാ രൂപയിലുള്ള ഏറ്റവും പ്രമുഖ ഇടവയായ അരുവത്തറ ഇടവക്കാരനായി എന്നെ കെട്ടിക്കാൻ അവിടുത്തെ MLA എന്നതിൽ എന്നെ കെട്ടിക്കാൻ അച്ഛൻ വന്നിരിക്കുകയാണ്, പിതാവ് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച്. അതൊക്കെ ഒരു പിതാവിൻ്റെ ആ മനസ്സ് എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതും പൊളിച്ചു നോക്കുന്നത് ശരിയല്ല. കല്യാണം ഞാൻ ഈ നോമിനേഷൻ ഒപ്പിടാൻ എവിടെ പോകണമെന്ന് വെച്ചപ്പോൾ അശേർ പറഞ്ഞു അഡ്വക്കേറ്റ് PK മാത്യുവിന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് അയാളൊക്കെ ആയിരുന്നാണ് പറഞ്ഞു. എന്നാൽ പോയേക്കാമെന്ന് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഈ നോമിനേഷൻ പേപ്പർ എല്ലാം കൊണ്ട് പൂരിപ്പി കൊടുത്ത് പുള്ളി അതെല്ലാം വായിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കാപ്പി കൊണ്ടുവന്നു. MLA സ്ഥാനാർത്ഥിയല്ലേ. കാപ്പി കൊണ്ടുവന്ന പെണ്ണ് ഞാൻ നോക്കിയപ്പം എനിക്ക് കാപ്പി വന്ന് ഞാൻ വിളിച്ച് നോക്കിയ മുഖത്തോട് എനിക്ക് ഇഷ്ടപ്പെട്ട അവളെ അന്നേരം. അവളാണിപ്പോൾ എൻ്റെ ഭാര്യ. സത്യം പറഞ്ഞുകൊണ്ട് ഉഷ. ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണമല്ല ജയിച്ച് MLA ആയി. MLA ഇലക്ഷൻ ഭയങ്കരമായിട്ട് എൻ്റെ അമ്മായിപ്പൻ അഡ്വക്കേറ്റ് PK മാത്യു ആണ്. പിന്നെ പേരിക്കല മറിയമ്മ, അതുകൊണ്ട് എൻ്റെ അമ്മായിമ്മ. അവർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എല്ലാ വീട് കയറി എൻ്റെ അമ്മായി പോലും വീട് കയറാൻ പോയി. ഏതായാലും ജയിച്ചപ്പോൾ ഒരു മര്യാദ എന്ന നിലയിൽ ഞാൻ അവിടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു 5-6 പോക്ക് കഴിഞ്ഞപ്പം അവർക്ക് വിവരം മനസ്സിലായി. അങ്ങനെ വിവരം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചിങ്ങനെയാണ് കല്യാണം നടന്നത്. അത് 1981 കല്യാണം. ജനുവരി 25 കല്യാണം നടന്നു. അത് കഴിഞ്ഞിങ്ങനെ ജീവിക്കുകയാണ്. ഈ MLA എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു MLA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണമെന്ന് ചോദിച്ചാൽ അഹങ്കാരം പാടില്ല. എന്നാൽ ഞാൻ പറയുന്നു അവൻ അഹങ്കാരി ആയിരിക്കണം. അവൻ്റെ സ്ഥാനത്തെപ്പറ്റി അവന് ബോധ്യം ഉണ്ടായിരിക്കണം. ആ അഹങ്കാരം അവനുണ്ടാകണം. ആ അഹങ്കാരത്തോടൊപ്പം എളിമയുണ്ടാകണം. പാവപ്പെട്ടവരും പണക്കാരെന്നുള്ള ചിന്തയെ പാടില്ല. മതഭേദം നോക്കാൻ പാടില്ല. മതമൈത്രിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കണം. ഞാനിവിടെ ഒരു സമുദായത്തെപ്പറ്റിയും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കാനാണ്. എല്ലാ മതസ്ഥരുമായിട്ട് അനുകൂലമായിട്ട് ഞാൻ നിന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഈ കഴിഞ്ഞ ഇലക്ഷൻ 2021 മുസ്ലിം കമ്മ്യൂണിറ്റിയെതിരെ എൻ്റെ കുഴപ്പമല്ല. ഞാൻ അവരെ ഒന്നും ചെയ്തിട്ടല്ല. SDP എന്ന് പറയുന്ന രാജ്യവിരുദ്ധ മുസ്ലിം സംഘടന, അവരുടെ പ്രവർത്തന ഫലമാണത്. അത് തന്നെയല്ല എൻ്റെ കൂടെ ഞാൻ ഒരുത്തനെ പിടിച്ച് ഒരുത്തനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി. അവൻ കൈക്കൂലി മേടിച്ചപ്പോൾ ഇവിടെ പിടിച്ച് അവൻ്റെ ചെക്കുറ്റിക്കൊന്ന് കൊടുത്തു ഞാൻ. അവൻ്റെ വൈരാഗ്യം. അതുപോലെ തന്നെ 3 ഈരാറ്റുപേട്ടക്കാരനോടും ഉണ്ടായിരുന്ന ഒരു മൗലവിയ, അയാളെ 3 ഗർഭിണിയാക്കി, 3 പെണ്ണുങ്ങളെ അടി കൊടുക്കാതിരിക്കാൻ പറ്റും. ഇവനെല്ലാം കൂടെ കൂടിക്കൊണ്ട് ഈരാറ്റുപേട്ട വർഗീയത പറഞ്ഞാണ്, വർഗീയത ഉണ്ടാക്കിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എനിക്കെതിരായി. മനസാക്ഷിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് അനുകൂലമായ സ്നേഹത്തിലാണ് നിൽക്കുന്നത്. ഞാനോ തെറ്റും ചെയ്തിട്ടില്ല. അവർക്കറിയാം മുസ്ലിങ്ങൾക്ക് ഈരാറ്റുപേട്ടയ്ക്ക് ഗുണമല്ലാതെ വല്ലതും ചെയ്തോ. ഞാൻ പറയാം, ഞാൻ 80 MLA ആകുമ്പോൾ ഈരാറ്റുപേട്ടയ്ക്ക് ഒരു വില്ലേജ് പോലും ഇല്ല. ഈരാറ്റുപേട്ട 4 വില്ലേജ് കിടക്കുക. ഒന്ന് ആലോചിച്ച്. ഈരാറ്റുപേട്ട ഉണ്ടാകരുതെന്ന ആഗ്രഹം നടത്താം.
അതിനു മുമ്പിരുന്ന് MLA ആ നിലയിലായിരുന്നു. അതായത് പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ്, പൂഞ്ഞാർ വടക്കേക്കര വില്ലേജ്, പിന്നെ തലപ്പലം വില്ലേജ്, കൊണ്ടൂർ വില്ലേജ്, ഇവർ 4 വില്ലേജിലാണ് ഈരാറ്റുപേട്ട കടന്നിരുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം 81 തന്നെ ഞാൻ വന്നു കഴിഞ്ഞ് അന്നത്തെ റവന്യൂ മന്ത്രി നമ്മുടെ വൈക്കംകാരനായിരുന്ന ശ്രീനിവാസൻ ഒരു വലിയ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ശരിയാണ് ജോർജ്, അദ്ദേഹം പേട്ടയൊക്കെ നല്ലോണം അറിയാം. അദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തോട് ഞാൻ ആ വില്ലേജ് പുതുതാക്കി. അദ്ദേഹം ആ വില്ലേജ് മാത്രമല്ല ഉണ്ടാക്കി, കൂട്ടിക്ക് വില്ലേജ് ഞാൻ ഉണ്ടാക്കിയതാണ്, തീക്കോയ് വില്ലേജ് ഞാൻ ഉണ്ടാക്കി പ്രത്യേകിച്ച്. അതായത് 4 വില്ലേജ് രൂപം കൊടുത്തത് അന്ന് ഈ മന്ത്രിയുടെ സഹായത്തോടെ ഞാൻ തന്നെ ചെയ്തതാണ്. ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഈരാറ്റുപേട്ട എതിർക്കുന്ന ആളുകൾ എനിക്ക് ചിരി വരും. ഒന്നുമില്ലായിരുന്നു ഈരാറ്റുപേട്ടയിൽ മജിസ്ട്രേറ്റ് കോടതി വരെ ഉണ്ടാക്കി, മനസ്സിലായില്ലേ? മജിസ്ട്രേറ്റ് കോടതിയോ ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസോട് പണിത് നേരെ അരിയത്തപ്പുഴ യൂണിവേഴ്സിറ്റി സ്ഥലം എടുത്ത് അവിടെ കെട്ടിടത്തിൽ തന്നെ വില്ലേജ് കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. പേട്ടയിൽ അന്ന് ട്രഷറി ഇല്ലായിരുന്നു. ട്രഷറി 77 KM മാണി ഗ്രൂപ്പ് ഉണ്ടാക്കി. മാണി ഗ്രൂപ്പ് ജോറി ഗ്രൂപ്പ് തർക്കമാണല്ലോ. അപ്പം ജോർജ് സാർ ഇവിടെ MLA തോപ്പിക്കണമല്ലോ. അതിന് മാണി സാറിന് ഞങ്ങൾക്ക് തന്ന സംഭാവനയാണ് ഈരാറ്റുപേട്ട ട്രഷറി. അതിപ്പോൾ അരുത്തപ്പള്ളി കെട്ടിടത്തിൽ ഇരിക്കുക. അതുപോലെ നമ്മുടെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് ഞാൻ തന്നെ വന്നു കഴിഞ്ഞ് ഉണ്ടാക്കിയതാണ്, പാലാർജിയുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കാത്ത ഒന്നുമില്ല, ഈരാറ്റുപേട്ട ഇല്ലാത്തൊന്നുമില്ല. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഇത്ര ആൾ കൂടി ഒരു ഉദ്ഘാടനം നടന്നത് നമ്മുടെ ജയറാം പടിക്കൽ അതിന് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച്. ജയറാം പടിക്കൽ IPS അങ്ങനെയോട് ഭയങ്കര സ്നേഹമുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ എത്ര ഇഷ്ടമായിരുന്നു, അങ്ങനെ പാലാർജി ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് ഇന്ന് കേരളത്തിലെ നമ്പർ 1 ബസ് സ്റ്റാൻഡാക്കി മാറ്റിയെന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ബസ് സ്റ്റാൻഡിന് സമ്മാനം മേടിച്ചു. പക്ഷേ ഇപ്പോൾ അതെല്ലാം ആ ബസ് സ്റ്റാൻഡിനെ ഡിപ്പോ ആക്കിയതാണ്. ഇപ്പോൾ അതെല്ലാം പാലായിലേക്കോ കോട്ടയത്തൊക്കെ മാറ്റിയെന്ന് തോന്നി എനിക്കറിയില്ല, ഞാൻ ഇടപെടാറില്ല. ഞാൻ പറഞ്ഞ എല്ലാ റൂട്ടിലേക്കും ബസ് ഇട്ടു. ഈ നിയമമണ്ഡലത്തിലെ എല്ലാ റോഡുകളും ടാർ ചെയ്ത് കാറ് പോകുന്ന നിലയിലാക്കി കൊടുത്തു. മെയിൻ റോഡുകൾ മാത്രമല്ല ബൈ റോഡുകൾ പോലും അങ്ങനെ ചെയ്തു. ഇപ്പോൾ ഇതെല്ലാം മുടിഞ്ഞ് കിടപ്പുണ്ട്. ഞാൻ ഈയിടെ ഒന്ന് പോയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അതിലേക്കൊന്നും ആരെയും വിമർശിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ നല്ലത് മാത്രം ചെയ്ത് ഒത്തിരിയേറെ നന്മ ചെയ്തുകൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതാണ് എൻ്റെ ഓഫീസ്. ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പം ആർക്കും വരാം. ആ വരുന്ന ആൾ ഏത് സമുദായമാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അവൻ്റെ സമുദായമോ അവൻ്റെ രാഷ്ട്രീയമോ എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കും എല്ലാം ഉപകാരം ചെയ്യുമായിരുന്നു. അതിന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എതിർക്കുന്നവർ നമ്മളെന്തിനാ അവരെ പണങ്ങുന്നത്? അവരുടെ അഭിപ്രായം അതിന് ഞാൻ പണങ്ങേണ്ട കാര്യം എന്താ? എൻ്റെ രാഷ്ട്രീയക്കാരെ മാത്രമേ ഞാൻ നോക്കുന്നത് മര്യാദയാണോ? ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ 7 പ്രാവശ്യം ഒരു നിയമമണ്ഡലത്തിൽ നിന്ന് MLA ആകാൻ പറ്റുന്നത്, അല്ലേ? ആവുമോ? എനിക്കൊരു നന്ദിയുണ്ട്. പൊതുജനത്തെ ജനങ്ങളോട് അത്ര നന്ദി ലോകത്താരോടും ഇല്ല. എന്തിനാ വിളിച്ചു നോക്കുന്നത്? അവർ എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ സ്നേഹം അവരിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മനുഷ്യനെടുത്ത അഹങ്കാരവും ധാർഷ്ട്യവും ഒന്നും കാണിക്കരുത്. റൗഡിസമായിട്ട് വരുന്നത് ഞാൻ പറയും. ഇപ്പോൾ ഒരാൾ വരുന്നു, വസ്തു തർക്കമാണ്, ഞാൻ സംഭവസ്ഥലത്ത് നേരിട്ട് ചെല്ലുക, അവിടെ വെച്ച് അളക്കുന്ന കുറ്റിയടിച്ച് തീർക്കും. ഞാൻ ആ ഒരു കാര്യം പറയുമ്പോൾ പിണങ്ങരുത് അധ്യാപകർ. ഞാൻ ആകെ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പോകുമ്പം വഴക്കുണ്ടാകുന്നത് ഈ സാറന്മാരാണെങ്കിൽ എന്നാ പറഞ്ഞാലും കേൾക്കുക, കാലെ പിടിച്ച് പറഞ്ഞാലും റൗഡിസം പറഞ്ഞുകൊണ്ടിരിക്കും. സാറന്മാർക്കൊരു കുഴപ്പമാണ്. അതുകൊണ്ട് സാറന്മാരുടെ വസ്തു തർക്കം ഉണ്ടാകുമ്പോൾ ഞാൻ ബലമായിട്ട് തീർക്കേണ്ടി വരും. ബലമായിട്ട് തീർക്കുന്ന ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇവരുടെ മാത്രം ബലമായിട്ട് തീർക്കേണ്ടി വരുമായിരുന്നു. അതായത് ഈ ഒരു MLA എന്ന നിലയിൽ എന്ത് ചെയ്യണം? ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മാത്രം പോരാ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം ഉണ്ടാക്കണം. അതാണ് ഒരു MLA വിജയത്തിലേക്ക് എത്തുന്നത്. പിന്നെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ തിരിച്ച് നമ്മുടെ പാലിയേക്കര ടോൾ ഗേറ്റ്, ടോള് തന്നെ തെറ്റാന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ ടോൾ ഗേറ്റ് കാശിന് വേണ്ടി ചെയ്തോട്ടെ. MLA-മാർക്ക് ഫ്രീയാണ്. ഞാൻ 4 ലൈനുണ്ട്. അപ്പുറത്ത് 5ാമത് വേണേൽ MLA-മാർക്ക് പോകാനുള്ള ലൈനുകൾ അവന്മാർ മാറ്റിത്തരും. MLA കാർ കാണുമ്പോൾ ഞാനങ്ങനെ MLA-യുടെ മുഴുപ്പ് കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ നേരെ തന്നെ നിങ്ങൾക്ക് പോയേക്കാം എന്ന് വെച്ച് വന്നു. കാറിങ് വന്നപ്പം അവിടെ ഒരുത്തി ഇരിക്കുക. ഇങ്ങനെ അവൻ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് MLA എന്ന് കണ്ടപ്പം പിന്നെ എന്നെ നോക്കില്ല. ഇങ്ങനെ തടഞ്ഞു കിടക്കുക, തുറന്നു തരാലേ എനിക്ക് പോകാൻ പറ്റൂ. ഇവൻ അപ്പുറത്തെ കാശ് മേടിക്കും വിടും, അപ്പുറത്തെ കാശ് ഇങ്ങനെ മേടിക്കും വിടും, വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പല പ്രാവശ്യം കാറിനകത്തിരുന്ന് ഒന്ന് തുറന്ന് വിടും പോട്ടെ എന്ന് മൈൻഡ് ചെയ്യും. അവൻ ഇങ്ങോട്ട് നോക്കും, മൈൻഡ് ചെയ്യല. അത് കഴിഞ്ഞ് ഞാൻ ഏറ്റു, വണ്ടി തുറന്നു.
ഞാൻ മേടേ ഒരു MLA അല്ലേ ഒന്ന് വിട്, പോട്ടെ, ഞാൻ വീട്ടിൽ പോകേണ്ടതാണ് എന്ന് പറഞ്ഞു. അവനെ നോക്കുന്നില്ല. അതിനെ നേരെ നോക്കി വെച്ച് പിന്നെയും അവൻ വണ്ടി അപ്പുറത്ത് വിട്ടുകൊണ്ടിരിക്കുക. ഒരു 4-5 മിനിറ്റോടെ ഞാൻ ക്ഷമിച്ചു, വിട്ടോട്ടെ. അപ്പോഴേക്കും എനിക്ക് കാര്യം വന്നു. ഇനി ഇവനെ ക്ഷമിച്ച കാര്യമുണ്ട്. കൊടുത്ത് ചെവിക്കുറ്റിക്ക് ഒരെണ്ണം അവനിട്ട് കൊടുത്ത് ആ 4, അപ്പോൾ എൻ്റെ അടുത്ത് പ്രതാപനും ഞാനാണ് പൊടുതിലും കൂടെ ഇറങ്ങി ഈ 4 ഗേറ്റ് അടിച്ചു പൊളിച്ചു. എന്നുവെച്ചാൽ എല്ലാ വണ്ടിയും വിട്ടേക്കാം, ഒരു വണ്ടിയും ഇനിയും ഇവിടെ ടോൾ മേടിക്കണ്ടെന്ന് പറഞ്ഞു. ടോൾ ഗേറ്റ് മുഴുവൻ തകർത്തിരിക്കുന്നു, മുഴുവൻ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം. എല്ലാ വണ്ടിയും കേട്ടു ഞാൻ അവിടെ നിൽക്കുക. ഇവൻ അടി കൊണ്ട് അവിടെ പോയിക്കൊണ്ട് നോക്കിയപ്പോഴേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇതിനടുത്ത് പോലീസ് ഓഫീസാണ്, പോലീസ് സ്റ്റേഷനാണ്. ഈ സർക്കിൾ അങ്ങനെ പേര് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് വന്നു, സാർ ക്ഷമിക്കണം, ഇത് മുഴുവൻ കണ്ടുകൊണ്ട് ഇരുട്ടത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. ഒരു MLA എന്ന് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടി നിന്ന്. സാറിനെ പോലുള്ള MLAമാരാണ് ബാക്കി 139 എങ്കിൽ ഈ കേരളത്തിൽ നീതി മാത്രം നടപ്പാവുള്ളൂ. സാറിനെ അഭിനന്ദിക്കുന്നു, കൺഗ്രാജുലേഷൻ എന്ന് വെച്ച് അവനെ ഞാൻ അടി കൊടുത്തിട്ട് അവനെ പിടിച്ചിട്ട് 2 അടിയും വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് അങ്ങ് പോകുന്നത് കേട്ടു. അവനൊരു കേസെടുത്ത് CI. അവൻ മര്യാദയിലെ കാണിച്ച് യാത്ര ചെയ്യാൻ എനിക്കാ വെച്ച്. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട് നമ്മുടെ MLAമാർ വെച്ച് പുള്ളി പറഞ്ഞു, ഇവിടെ പല MLAമാർ ഇവിടെ കിടന്നേച്ച് പോകുമ്പോൾ ഇമാർ മൈൻഡ് ചെയ്യണമെന്ന്. അവർ മിണ്ടുകയെന്ന് പറഞ്ഞു. മിണ്ടണ്ടേ ആരെങ്കിലും? ഒരു MLAയുടെ പേര് പുള്ളി പറഞ്ഞു, CI. അദ്ദേഹത്തെ കാണുമ്പോൾ മന്ത്രി വരെയായി. സങ്കടമുണ്ടെന്ന് മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് ശുദ്ധനായതുകൊണ്ട്. ഞാൻ എൻ്റെ അടി കഴിഞ്ഞതിന് ശേഷം പാലേക്കര ടോൾ ഗേറ്റ് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തുറക്കാറുമായി, തുറക്കേണ്ടത് തുറക്കും. അതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മനസ്സായിട്ടല്ല, ഇതൊക്കെ ചെയ്തതിലേ കാര്യം നടക്കും. ഞാൻ ഈ തേവര കോളേജിലാണ് പഠിച്ചത്. ഏറ്റവും വലിയ റവഡി സങ്കേതമാണ്. ആ റവഡി സങ്കേതത്തിനകത്ത് ഏറ്റവും നമ്പർ 1 ഞാനായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ആരെങ്കിലും പേടിക്കുകയാണ്? അങ്ങനെ പേടിക്കാൻ പറ്റും എനിക്ക്? ഞാൻ ഇവിടെ എങ്ങനെയായിരുന്നു? ആരെയും പേടിച്ചിട്ടില്ല. ആനപ്പുറത്ത് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ട്, പിന്നെ ആരെ പേടിക്കാനാണ്? അപ്പോൾ അങ്ങനെ ജീവിച്ചത്. അങ്ങനെ പേടിക്കാതെ ജീവിക്കുകയാണ് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്. എന്ന് വെച്ച് യാതൊരു അഹങ്കാരമില്ല. ഇവിടുത്തെ ഞങ്ങളോട് ചോദിച്ചു, ഞാനൊരു അഹങ്കാരിയാണ് 7 പ്രാവശ്യം MLA ആകുമോ? ഇവിടെ എനിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിം സഹോദരങ്ങൾ ചോദിച്ചു, എൻ്റെ പേരിൽ 1000 പരാതി അവർ പറയല. ഒരു മുസ്ലിം അല്ലാത്തതുകൊണ്ട് തോപ്പിച്ചു SDP അവർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനത്തെ ഞാൻ അനുകൂലിച്ചില്ല. കാരണം SDP-യുടെ മുസ്ലിം ഭീകരതയാണ് ഞാൻ എതിർക്കാൻ. മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവർ. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്കുണ്ട്. പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ടായിരിക്കുന്നു. അത് പൊളിറ്റിക്കൽ ഇസ്ലാം. അവരെ ഇന്ത്യയെ പിടിച്ചടക്കണം. കേരളം 37 പിടിക്കുന്നു ഇവന്മാർ പറയുന്നത്. എന്തൊരു ബോധമാണ്! മറ്റുള്ള മതം പാടില്ല, ക്രിസ്ത്യാനിയെ കൊല്ലണം, ഹിന്ദുവിനെ കൊല്ലണം, മുസ്ലിം മാത്രം മതി. അങ്ങനെ പോകാവൂ? അത് തെറ്റല്ലേ? അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗക്കെതിരെ പറഞ്ഞപ്പോൾ അതിലെ ഈരാറ്റോട്ടിലെ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ മറ്റ് മതസ്ഥരുടെ വ്യത്യാസം എന്താ വെച്ചാൽ, ഇപ്പോൾ PC ജോർജ് തെറ്റിയതെന്ന് പറഞ്ഞാൽ PC ജോർജ് തെറ്റിയത് ക്രിസ്ത്യാനിയെല്ലാം തെറ്റിയതായിട്ട് ക്രിസ്ത്യാനി കണക്കാക്കല. ക്രിസ്ത്യാനിയുടെ മനസ്സിലേക്ക് PC ജോർജ് തെറ്റിയാൽ PC ജോർജ് അനുഭവിച്ചോണമെന്ന്. കൃഷ്ണൻ നായർ തെറ്റിയത്, അപ്പോൾ NSSന് ഒരു ഉത്തരവാദിത്വം കൃഷ്ണൻ നായർ അനുഭവിച്ചോണം. അല്ലെ സോമൻ തെറ്റിയത് SNDP ഉത്തരവാദിത്വം സോമൻ തീർത്തോണം. പക്ഷേ ഒരു അബ്ദുൽ ഖാദർ തെറ്റിയതെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം തെറ്റിയതായിട്ട്, അബ്ദുൽ ഖാദർ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിമിനെ ആക്രമിച്ചു എന്ന രീതിയിലുള്ള പ്രചരണമാണ് വരുന്നത്. ആ മാനസികതയിൽ നിന്ന് മുസ്ലിം സമൂഹം മാറാനുള്ള സമയം കഴിഞ്ഞു. അത് നമ്മുടെ മതേതര സ്വഭാവത്തിൽ നല്ലതല്ല. പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിയുടെ എത്ര അടുത്ത ബന്ധമുള്ളവന് ഒരു പറയാം, മജീദ് എത്ര ബന്ധമുണ്ട്, PKK ബാവ, മുനീർ സാഹിബ്, CHനെ പോലൊരു മാന്യനായ രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടായിരുന്നു. എത്രയോ വലിയവനാണ് അദ്ദേഹം ചെറിയൊരു സമയം മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. ആ കാര്യത്തിൽ അദ്ദേഹത്തെ ചാടിച്ചു വിട്ടതിനും KM മാണിക്കേരെ വളം വെച്ചുടയാൻ അറിയോ? കാരണം നമ്മുടെ എല്ലാ സമൂഹത്തിലും നമ്മൾ നോക്കണം, സമൂഹത്തെ ശ്രദ്ധിക്കുകയും വേണം. ആ സമൂഹത്തോട് സ്നേഹത്തിൽ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്നതിന് വേണ്ടി എൻ്റെ ജീവൻ വിലപിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് ദുഃഖമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബബന്ധം തകരുക,
ഒരു 10 2025 2010 വരെ നോക്കിയാൽ അപ്പോൾ ഒരു 15 കൊല്ലം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ കുടുംബം തകർന്ന് ഈ ഭാര്യാഭർത്തൃ ബന്ധം തകർന്ന് പിരിയുന്നത് മുസ്ലിങ്ങളായിരുന്നു. 95%, 100 പേര് വന്ന അത് ബാക്കി 5% ക്രിസ്ത്യാനി, ഹിന്ദു കൊണ്ടു. ഇന്നിപ്പം നേരെ തിരിച്ചാണ്. ഇന്നിപ്പോൾ കുടുംബബന്ധം തകർന്ന് വരുന്നതിനെ നോക്കുമ്പോൾ ഒരു 60% ക്രിസ്ത്യാനിയാണ്. എനിക്കറിയില്ല എന്താ കാര്യം. അത് നമ്മുടെ സഭ അന്വേഷിക്കേണ്ട കാര്യമാണ്. സഭയും പിതാക്കന്മാരും വൈദികരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മുസ്ലിങ്ങളുണ്ട്, പക്ഷേ ഒരു പഴയ 95 പോയി ഒരു 10, 20, 25% ഉണ്ട്. ഹിന്ദുക്കളെ കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ ഓർക്കുന്നു ഒരു ദിവസം ഒരു 70 വയസ്സുള്ള കാരണവർ ഇവിടെ വന്നിരിക്കുകയാണ്. ചോദിച്ചപ്പം എനിക്ക് അവളെ വേണ്ട. കിളവിക്ക് 68 വയസ്സുണ്ട്. ഒരു 4-5 പ്രാവശ്യം കിളവിനെയും ഞാൻ ഭരിച്ചു നോക്കി, രണ്ടും ഒന്നിപ്പിച്ച് നോക്കാൻ ഒന്നിക്കുകയല്ല. ഇവിടെ വെച്ച് അടിയുണ്ടാകും. അടി ഞാൻ ഇടയ്ക്ക് നിൽക്കിയാലേ അടിയുണ്ടാവും. അവസാനം ഞാൻ പറഞ്ഞു വീതം വെക്കാൻ തീരുമാനിച്ചു. അവരുടെ തീക്കോയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന വഴിക്കാണ് വീട്. ഞാൻ ചെന്നേക്കാമെന്ന് പറഞ്ഞു വീതം വെക്കാൻ. ഞാനവിടെ ചെന്നു. അവിടെ ആൾക്കാരെല്ലാം കൂടെ കൂടി പെരയ്ക്കകത്ത് കയറി നോക്കിയപ്പം 2 കലമുണ്ട്, അല്ല 3 കലം. ഞാൻ കലം കഞ്ഞി വെക്കുന്നതാണ്. ചേട്ടത്തിക്ക് 2, ചേട്ടനൊന്ന് മാറ്റി വെച്ചു. ചട്ടി 3 എണ്ണം ഉണ്ട്. 2 എണ്ണം ചേട്ടന്, 1 എണ്ണം ചേട്ടത്തിക്ക്. ചൂല് 1 ചൂലുള്ളൂ. ഞാൻ ചേട്ടത്തിക്ക് ഇരുന്നോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സാധനവും വീതം വെച്ചു. കംപ്ലീറ്റ് മുറ്റത്തിറക്കി വെച്ചിരിക്കുക. ആൾക്കാർ ചിരിയായിട്ട് കൂടിയിട്ടുണ്ട്. ഒത്തിരി ആളും കൂടി. എല്ലാം മാറ്റി വെച്ചിരിക്കുക. 2 പേരും നിൽപ്പുണ്ട്. 2 പേരും ഇങ്ങനെ വലിയ ഗമയിൽ നിൽക്കുക. വീതം വെച്ച് കിട്ടിയല്ലേ. 2 കൂടെ ഞാൻ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറയാം. ആ മൂലയിലോട്ട് കൊണ്ടുപോയി. ഞാൻ കിളവി ഞാനൊന്ന് കൊച്ചാന്ന് ഓർക്കണേ. മര്യാദ കാണിക്കാൻ കണക്കുണ്ട്. ഇത് ഞാൻ എൻ്റെ മര്യാദ കൊണ്ട് വന്ന് ചെയ്തെന്നേ ഉള്ളൂ. മാനം മര്യാദയ്ക്ക് ചട്ടിയും കാലം പെരയ്ക്കകത്ത് വെച്ച് ഒന്നിച്ച് മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു. എൻ്റെ അഭിപ്രായം അതാ. ഈ വയസ്സ് 90 വയസ്സിൽ കിളവനും കൂടെ പിരിയുന്നു. നാണക്കേട്. ആ മഴയും ചിരിക്കുന്നത് കാണുന്നില്ലെന്ന് ചോദിച്ചു. എന്നെ കിളവൻ പറഞ്ഞു ശരിയാ എൻ്റെ കുഞ്ഞുമാനെ സങ്കടമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേട്ടത്തിക്ക് സങ്കടമില്ലേ? ചേട്ടത്തി എനിക്കും സങ്കടമാണ്. എന്നാൽ ചേട്ടത്തി ഈ സങ്കടം വെച്ചുകൊണ്ടൊന്ന് സംസാരിച്ച് ഞാൻ നടവാക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. ചേട്ടത്തിക്ക് ഞാൻ മൂല വിട്ട് നടവാക്ക് വന്ന് നിന്നു. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ചേട്ടത്തി കൂടെ കയ്യെ 2 കൂടെ കയ്യെ പിടിച്ചാൽ വരുന്നത്. കുഞ്ഞുമാനെ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ തീരുമാനിച്ചത്. വളരെ സന്തോഷം. ജനവും കൈയടിച്ചു. എല്ലായിടത്തും പരിക്കാത്ത വെച്ചോളാം പറഞ്ഞു. എല്ലായിടത്തും പരിക്കാത്ത വെച്ചു. അങ്ങനെ ഒന്നിപ്പിച്ച് ചരിത്രം ഇതിനകത്തുണ്ട്. ചിരി വരുന്ന കാര്യങ്ങളാണ്. വേറെ പലതും ഉണ്ട്. പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ അത് പറയുമ്പോൾ മനുഷ്യന് മനപ്രയാസം വേദന ഉണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. ഏതായാലും അങ്ങനെയൊക്കെ സന്തോഷമായി ജീവിക്കുകയാണ്. ഞാനിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പക്ഷേ ഒരു സത്യമാണ്, എൻ്റെ അപ്പൻ ഉണ്ടായിരുന്ന കാലത്തുള്ള സുഖ സൗകര്യത്തോട് ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വളരെ കുറഞ്ഞിട്ടുണ്ട്. സമ്പത്തിൽ കുറഞ്ഞിട്ടുണ്ട്. അതായത് അന്നാകുമ്പം സ്ഥലം എവിടെയെല്ലാം നോക്കിയാൽ സ്ഥലമായിരുന്നു. ഇപ്പം നമുക്കുള്ള സ്ഥലം ഈ സ്ഥലവും പിന്നെ ഒരു 27 ഏക്കർ സ്ഥലം വേറെയുണ്ട്. പിന്നെ ഒരു 5 ഏക്കർ സ്ഥലം ചേർന്നായിട്ടുമുണ്ട്. നേരത്തെ അതിലൊക്കെ കൂടുതലായിരുന്നു. ഒരു മേഖല മുഴുവനായിരുന്നു സ്ഥലം. നമ്മുടെ പെരുങ്കുന്നിലുണ്ട് ഒരു 9 ഏക്കർ. അതൊക്കെ വിറ്റുപോയി. വാഴക്കാട്ടുണ്ടായിരുന്നു, അതുണ്ട്. അപ്പോൾ വെള്ളാത്തൊലിയുള്ള സ്ഥലം 5 ഏക്കർ പോയ ചേട്ടൻ്റെ മണ്ടിയിലുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒത്തിരി സ്ഥലം വിറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. എങ്കിലും വലിയ ബുദ്ധിമുട്ട് കൂടാതെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എൻ്റെ മകൻ ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഷോൺ ജോർജ് അഡ്വക്കേറ്റാണ്. അവൻ എറണാകുളത്ത് ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനും അവനും കമ്പനിയാണ്. പിന്നെ പഴയ ഇലക്ഷൻ കമ്മീഷണർ മകനും. ഇവർ 3 പേരെ കമ്പനിയായിട്ടാണ് ഓഫീസ് തുടങ്ങിയത്. ഞാനാണത് ഉദ്ഘാടനം ചെയ്തത്. കോടിയേരി ഉണ്ടായിരുന്നു. അങ്ങനെ അക്കാലത്ത് പണിയായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അവൻ BJP ചേർന്ന് ഞാനാണ് BJP ചേർന്നത്. അവിടെ അവനും ചേരാതിരിക്കാൻ പറ്റാതായി. അവൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി. ഇപ്പോൾ അവൻ ഒരു ദിവസം പോലും കാണാൻ കിട്ടുന്നില്ല. അവൻ എൻ്റെ സങ്കടം അതാണ്. അവൻ ഇന്നിപ്പോൾ ചോദിക്കപ്പോൾ അവൻ തിരുവനന്തപുരത്താണ്. അവൻ സമരമായിട്ട് നടക്കുക BJPയുടെ. അതാണ് പ്രശ്നം. പക്ഷേ അവരെ പ്രവർത്തനത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്നേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് അവൻ. നല്ല നില വളർന്നു വരട്ടെ. അവന് ദേശീയ ലെവലിൽ തന്നെ BJPയുടെ ഉന്നതമായ സ്ഥാനത്തേക്ക് വരുന്നത് കാണാൻ ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ രണ്ടാമതൊരു മകനുണ്ട്. അവൻ ഡോക്ടറാണ്. അവനെ ഇപ്പം പാലാ മെഡിസിറ്റിയിലെ ഡോക്ടറായിട്ട് അവൻ ജോലി ചെയ്യുകയാണ്. അവന് ഹയർ സ്റ്റഡീസിന് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വർഷം
അതിനുള്ള നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവനും ഒരു തീരെ പാവം പയ്യനാണ്. അവൻ ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. അവൻ രാഷ്ട്രീയം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് രാഷ്ട്രീയമില്ല അപ്പം എന്നോട് പറയും. രാഷ്ട്രീയ പാർട്ടിയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അവൻ പള്ളിയിൽ പോവും, കുർബാന കാണും, വീട്ടിൽ വരും. അതല്ലാതെ ഒരു ഇടപാടിലും അവൻ നിൽക്കാറില്ല. എൻ്റെ മകൻ്റെ ഭാര്യ പാർവതി എന്ന് പറയും. അവൾ വക്കീലാണ്, പാലായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാർവതി പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൾ വളരെ എനർജറ്റിക്കാണ്, നല്ലൊരു പെൺകുട്ടിയാണ്. അവൾ നമ്മുടെ ജഗതി ശ്രീകുമാർ സിനിമ നടൻ്റെ മകളാണ്. അവൾ ഒരഹങ്കാരവും ഇല്ലാത്ത എളിമയുള്ളൊരു നല്ല കൊച്ചാണ്. എൻ്റെ വീട്ടിലെ എല്ലാ കാര്യത്തിനും അവളെ മുൻപന്തി നിൽക്കുകയാണ്. എൻ്റെ മകനുള്ളത് 2 ആൺമക്കളാണ്. ആ 2 ആൺമക്കൾ ഒരാണും ഒരു പെണ്ണുമാണ്. മൂത്ത മകൻ അപ്പു എന്ന് വിളിക്കും. അവൻ പഠിക്കുന്നത് നമ്മുടെ കുമ്പളിക്കപ്പുറയുള്ള മൗണ്ട് ഫോർട്ട് സ്കൂളിലാണ്. അവൻ്റെ രണ്ടാമത്തെ കൊച്ച് എന്ന് പറയുന്നത് അമ്മുക്കുട്ടി എന്ന് പറയും. അവൾ അമ്മുക്കുട്ടി എന്ന് പറയുന്നത് ആരാധന അന്ന ഷോൺ. എൻ്റെ മകൻ്റെ മൂത്ത മകൻ ഈ മൗണ്ട് ഫോർട്ടിൽ പഠിക്കുന്നവൻ്റെ പേര് PC ജോർജ് ജൂനിയർ എന്നാണ്. എൻ്റെ പേര് തന്നെയാണ്. രണ്ടാമത്തെ മകളുടെ പേര് മകള് അമ്മുവാണ്. അവൾ ഇപ്പോൾ ആനക്കല്ല് അവിടെ ഒരു ഗാർഡൻ സ്കൂളിലാണ് പഠിക്കുന്നത്. നല്ലവണ്ണം പഠിക്കുന്ന വെച്ചാണ്, മിടുക്കിയാണ് അവൾ. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതത്തിൽ ആഗ്രഹം? എനിക്ക് സിനിമാ നടിയാണെന്ന് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരോട്. നീ സിനിമ നടി ആയിക്കോളാൻ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പിള്ളേർ സന്തോഷമായിട്ട് ജീവിക്കുന്നു, വളരെ സന്തോഷമായിട്ട്. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും പോകാൻ കഴിയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഞാൻ MLA ആകാൻ കാരണം, ഞാൻ MLA ആകുന്നില്ല എന്ന് ഉറപ്പിച്ച് നടന്നയാളാണ്. 79 പാർട്ടി സ്പ്ലിറ്റ് ഉണ്ടായി. ജോസഫും കരുണാകരൻ്റെ മുസ്ലിം ലീഗ് മാത്രം. ഇന്നത്തെ ഇടതുപക്ഷവും മാണിയും ആന്റി കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം. അങ്ങനെ വന്നപ്പോൾ ഇവിടെ സിറ്റിംഗ് MLA VJ ജോസഫ് 14,705 വോട്ടിന് 77 ജയിച്ചയാളാണ്. 80 ഇലക്ഷൻ വന്നിരിക്കുക. അയാളെ തോൽപ്പിക്കാൻ പറ്റുമോ? പ്രശ്നമായി. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി ചിന്തിച്ചു പോലുമില്ല. അപ്പോൾ രാത്രി 2 മണിക്ക് പിന്നെ PJ ജോസഫ് വന്നു ഇവിടെ വീട്ടിൽ. ഞാൻ വാതിൽ തുറന്നു ഇറങ്ങിച്ചത്, ഞാൻ ചെന്നാ വിശേഷം, ഇത് പിടിച്ചേ പറയുന്നത് ഇങ്ങനെ കേട്ടി. ഞാൻ കൈ നിന്നിട്ടിപ്പം ഉച്ച നോട്ടാണ്. ഞാൻ ഇതെന്നാന്ന് ചോദിച്ചു. ഒരു 3000 രൂപ ഉണ്ട്. ഇത് എന്തിനാണ്? കെട്ടിവെക്കണം. എന്നിട്ട് കെട്ടിവെക്കണം 3000 പോരെ ഓർത്തോളൂ. എനിക്ക് ചിരി വന്നു. എന്നിട്ട് ഇലക്ഷൻ ജോറയിൽ നിൽക്കണം, അത് പറയാൻ വന്നതാണ്. പുള്ളി ഒരക്ഷരം മിണ്ടാതെ വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു. എൻ്റെ അപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി 2 മണി സമയത്താണ് ഇത്. പുള്ളി വാതിൽ തുറന്നായിരുന്നു, ഈ ജനൽ തുറന്നത് കണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ പുള്ളി പറഞ്ഞു പോയാലും കിടന്നു. എന്നാ ചെയ്യുന്നത്? കാശ് 3000 മേടിച്ചു കൈ തന്നു പോയില്ല. എന്ത് കഷ്ടകാലം. ഇങ്ങനെ കിടന്ന് ഉറങ്ങി. നേരം വെളുത്തൊരു 5:30 ആയപ്പം എൻ്റെ അപ്പം വന്ന് എന്നെ വിളിച്ചു. പുതപ്പ് മാറ്റി. പുതപ്പേത് വലിച്ചപ്പോൾ അപ്പനത് ചാടി കയറ്റി. നീ ഇറങ്ങി വരാൻ പറഞ്ഞു. വന്നു. ആ നടപാതക്ക് ഒരു രൂപ, ഈ തിരുഹൃദയ രൂപ അവിടെ നിന്ന് ഞാൻ പറയാൻ പറഞ്ഞു. ഇന്ന് മുതൽ ഞാൻ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കുമ്പോൾ 1 രൂപ പോലും അന്യൻ്റെത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു പറയാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. ഒരു 10,000 രൂപ എടുത്ത് എൻ്റെ ഇതിലോട്ടൊന്ന് നോമിനേഷൻ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായി. മനസ്സിൽ ഇത്ര ശുഷ്കമായൊരു മുന്നണിയാന്ന് ഓർക്കണം. ഞാൻ വീട് കയറി വോട്ട് പിടിച്ച് നടന്നപ്പോൾ എൻ്റെ രസമുണ്ടെന്നറിയാമോ? ഒരു മേഖല മുഴുവൻ ചെല്ലുന്നിടത്തെല്ലാം ജനം ഓടിക്കൂടുക നമുക്ക് അനുകൂലം. ഞാൻ ഓർക്കുക, എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത സംഭവം, ഞാൻ അരികത്തറ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കും. ഈ ബാസ്ക്കറ്റ് ബോൾ വെച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഭയങ്കര പൊക്കമൊരു തടിമാടനുണ്ട്, കടനാടുകാരൻ, മണിയാക്കം പാർക്കാരന്. അങ്ങേര് ത്രോ ചെയ്യുമ്പോൾ അന്നേരം അടി ഉറപ്പാണ്. മടുത്ത് ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയടി എൻ്റെ കൈ വേദന, ഞാൻ നേരെ കോട്ടിൻ്റെ താഴോട്ട് ഓടി. അപ്പോൾ എല്ലാവരും ഓർത്ത് ഞാൻ ഈ അടി കൊണ്ടോ പേടിച്ച് ഓടിയതാണ്. ഞാൻ ചേടി തന്നെ എൻ്റെ ഷർട്ടും മുണ്ട് ഊരി വെച്ചിട്ട് സോഴ്സായിട്ടിരിക്കുന്നത്. അതിനകത്ത് പിച്ചാത്തി പതെടുക്കാൻ ഞാൻ ഓടിപ്പോയി ആ പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് കൊടുത്തേക്കാമെന്ന് വെച്ച്. അപ്പോഴേക്കും കാറിക്കൊണ്ട് പിള്ളേരെല്ലാം ഓടി, ഇവനും ഓടി. അപ്പോഴേക്കും നമ്മുടെ സ്കൂളിന് ആ കോളേജിൻ്റെ ആ ഹോളിൽ സാറന്മാർ യോഗം നടക്കുക. സാറന്മാരും പ്രിൻസിപ്പലും ചാടി വന്നു. പിച്ചാത്തി. ഞാൻ ഏത് പിച്ചാത്തി എന്ന് പറയും. അപ്പോൾ തീക്കേക്കാരൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ എൻ്റെ പിച്ചാത്തി കൊടുത്ത് പുള്ളി അതുകൊണ്ട് പോവുകയും ചെയ്തു. എന്നെ സസ്പെൻഡ് ചെയ്ത് പുള്ളിയെ സസ്പെൻഡ്. അങ്ങനെ തല്ലിയിട്ടാണല്ലോ ഞാൻ പിച്ചാത്തി എടുത്തത്. അതുകൊണ്ട്
എന്നെ സസ്പെൻഡ് ചെയ്ത് പുള്ളിയെ സസ്പെൻഡ് ചെയ്തു പ്രിൻസിപ്പൽ. എന്ത് പാട്ടെ 3 ദിവസം കഴിഞ്ഞ് കയറ്റിയിരുന്ന് 2 ദിവസം കഴിഞ്ഞ് കയറ്റിയിരുത്തിച്ചു. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ 80 ഇലക്ഷന് ഞാൻ വോട്ട് പിടിച്ചിങ്ങനെ കറണ്ടില്ലാത്ത മണിയാക്കും പാറ റോഡ് കയറി ചെല്ലണം. അപ്പോൾ ഇവന്മാർ എതിർകക്ഷികളെ മൈക്കാനുള്ള മുന്തിയടപ്പൻ, കൊള്ളക്കാരൻ, മോട്ടാവ്, പിടിച്ചു പറിക്കാരൻ എന്നൊക്കെ എന്നെപ്പറ്റി വിളിച്ചു പറയുന്നത്. എന്നെ കണ്ടിട്ടില്ല, ആരുമായിട്ട് പരിചയമില്ലെന്ന്. മഹാവൃത്തികൾ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ ഇത്രയും വലിയ ഗുണ്ട ആരാന്ന് കാണാൻ വേണ്ടി ചേട്ടത്തിമാരെല്ലാം ഇങ്ങനെ വിളക്കം പിടിച്ച്, ലൈറ്റില്ലേ, വിളക്കം പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് ഞാൻ കയറി വളഞ്ഞ് ഇന്ന് ഇത്രയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ 85 കിലോ കഴിഞ്ഞു. അന്ന് ആകെ MLA 52 കിലോ ഉള്ളു. ഞാൻ ഒന്ന് ആലോചിച്ചു. വളഞ്ഞ് കയറി ചെല്ലുക. ഇതാണ് ഞാനാ PC പറയും. ഇതാണ് കൊള്ളക്കാരനാന്ന് ഇവൻ മൈക്രോൺസ് നടന്നത്. ചേട്ടത്തിമാരിൽ ഒറ്റക്കെട്ട എൻ്റെ അടുത്ത് കൂടി എന്ന രസം അതല്ല. അതിന് ഞാൻ പറയാൻ കാരണം, ആ മിന്നൽ നിന്ന് PC ജോർജ് ചിന്ത വിളിച്ചുകൊണ്ട് നേരാന്നറിയാവും. ഞാൻ പിച്ചാത്തി എടുത്ത ജോസഫ് ചേട്ടന് ഒന്ന് ആലോചിച്ച്. പുള്ളിയായിരുന്നു എനിക്ക് വേണ്ടി അവിടെ ഫീൽഡിൽ ഇറങ്ങിയത്. ആ പ്രദേശത്ത് മുഴുവൻ വോട്ടും എനിക്കായിരുന്നു. ഈ ജോസഫ് ചേട്ടൻ ചെയ്ത സഹായമാണ്. ഈ സങ്കടമുണ്ട്. അദ്ദേഹം ക്യാൻസർ വന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി തരികയാണ്. എന്തോരു സങ്കടമായിപ്പോയിരുന്നു അദ്ദേഹത്തിന് മരണം. അങ്ങനെ ഒത്തിരി വേദനയ്ക്ക് അനുഭവങ്ങളും സന്തോഷത്തിൻ്റെ അനുഭവം ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. MLA ആയിട്ട് ഇരിക്കുമ്പം ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഭയങ്കര സ്നേഹം, മുതുകും പുറവും പോലെ എന്ന് പറയാം. എല്ലാവരും പറഞ്ഞ് കളിയാക്കുമായിരുന്നു ഉമ്മൻചാണ്ടി. ഞാൻ ചീഫ് വിപ്പായ ചരിത്രം പറയാം. അത് എല്ലാം പറയുന്നത് എല്ലാം കൂടെ പറഞ്ഞാൽ ജോസഫിൻ്റെ കള്ളത്തരം പറയേണ്ടി വരും. അത് പറഞ്ഞാൽ അത് പറയുന്നില്ല. ചീഫ് വിപ്പായ ചരിത്രത്തിൽ എന്താ, ചീഫ് വിപ്പായ അങ്ങനെ എല്ലാം കൂടെ നിർബന്ധിച്ച് എന്നെ തലക്കെട്ടി വെച്ചതാണ്. ഞാൻ വേണ്ടെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ബലമായിട്ട് എന്നെ പിടിച്ചു വെച്ചതാണ്. അതിന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ച രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി, പിന്നെ KP മജീദ്, ഉമ്മൻചാണ്ടിയത് ഏറ്റവും സ്ട്രോങ് ഞാനാകണമെന്ന്. അങ്ങനെ ആയതാണ്. അങ്ങനെ ആയി കഴിഞ്ഞിങ്ങനെ ഞാൻ വളരെ നല്ല നില പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ ഉമ്മൻചാണ്ടി അങ്ങേരെ വളരെ നല്ല നില പോവായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നമുണ്ടായി. ഇനി 6 മാസമുള്ള ഇലക്ഷൻ. ജനസമ്പർക്ക പരിപാടി നടത്തി ഉമ്മൻചാണ്ടി അപാര ഷൈനിങ്. ജനസമ്പർക്ക പരിപാടിയിൽ 14 ജില്ലയിൽ 9 ജില്ലയെ പുള്ളിയെ സഹായത്തിനത് ഒപ്പം നിന്ന് ഞങ്ങൾ PC പറയാം. അത്ര ബന്ധമാണ് ഞാനുമായിട്ട്. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം രാവിലെ മാണിസാറിനെ വിളിച്ചു. ഓറേ അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ചെന്നു. ഞാൻ വിളിച്ചു. ഞാൻ എന്നെ മാണിസാറേ, നമുക്ക് ഒന്ന് മുഖ്യമന്ത്രിയാണ്. ഞാൻ എങ്ങനെയാവും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നമുക്ക് ആകാൻ പറ്റുമോ? ഞാനൊരു ഉമ്മൻചാണ്ടിയും ക്രിസ്ത്യാനിയല്ലേ, പിന്നെ എന്നാ? അപ്പോൾ പാലാക്കാരൻ ക്രിസ്ത്യാനി. അപ്പോൾ എനിക്ക് കത്തോലിക്കൻ വർഗീയ മാണിസാറ് സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരു ഞുടുക്ക് വില എടുത്തതാണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പം 6 മാസത്തേക്ക് ഏമാനോട് കൂടിയേക്കാന്ന് വെച്ചു. ഞാൻ ഇന്ന് ഞാൻ ദുഃഖിതനാണ് കേട്ടോ അതിൽ. അങ്ങനെ ആലോചിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ CPM നേതാക്കന്മാരെ പോയി കണ്ടു. അത് കഴിഞ്ഞ് CPI നേതാവിനെ കണ്ടു. വെളിയും പാർക്കോൺ സഖ അവനോട് അത്ര ഇഷ്ടമായിരുന്നു. ആ നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളുടെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് രാവിലെ 9 മണിക്ക് ഒരു ദിവസം, ഇതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞാൽ BSനെ കൊണ്ട് അനുവദിക്കണം. BS ഞാൻ പറയുന്നത് എന്താണെങ്കിലും എന്നാ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയാന്ന് പറയുന്ന എൻ്റെ ഒരു അപ്പനെ പോലെ ആയിരുന്നു പാവപ്പെട്ട BS എന്ന് പറയുന്ന സഖാവ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഹൃദയശുദ്ധിയോടുകൂടി ഞാൻ സ്നേഹിച്ചൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഇല്ല. BS സമ്മതിച്ചു. എൻ്റെ നിർബന്ധമായി ഞാൻ സമ്മതിക്കുന്നത്. എൻ്റെ മാണിസാറിൻ്റെ അടുത്ത് വന്ന് മാണിസാറിനെ കെട്ടിപ്പിടിച്ച് സന്തോഷമെല്ലാം പറഞ്ഞ് നാളെ രാവിലെ ലോ അക്കാഡമിയിൽ അതിനകത്ത് കോഴിക്കോട് കൃഷ്ണനാരായണൻ MLA അങ്ങനെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ചർച്ച. CPMനും CPIയുടെയും പ്രതികളും ഞാനും മാണിസാറും ജോസഫും ഞാനും ഉണ്ടാവും. ചർച്ച തീരുമാനിച്ച് പിരിഞ്ഞു. ഞാൻ മാണിസാറിൻ്റെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം പുള്ളിയുടെ സ്റ്റാഫ് നമ്മുടെ പാലാക്കാരനുണ്ട്, മാണിസാറിൻ്റെ മെയിൻ സ്റ്റാഫാണ്. ആ കൊച്ചൻ എന്നോട് കൊച്ചു പയ്യന മാണിസാറിൻ്റെ മെയിൻ PA, സാറേ ഇത് നടക്കലെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ നീയാണോ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. എടാ ഞാനിങ്ങ് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ മാണിസാർ എന്നെ വിളിച്ചു. ഓരേ അർജൻറ്റായിട്ട് ഇവിടം വരെ പറഞ്ഞു. ഒറ്റ കരയുക. ഞാൻ അവിടെ ചെന്ന മാണിസാറ് കരയുക. ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ജുബ എല്ലാം ചൂണ്ട് 2 പ്രാവശ്യം അങ്ങനെ കെട്ടിട്ടു മുഴുവൻ നനഞ്ഞ്. ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിയാകാൻ എൻ്റെ മക്കൾ സമ്മതിക്കില്ല, മകൻ്റെ ഭാര്യയെ സമ്മതിക്കുന്നില്ല എന്ന് യോഗം മാറ്റിവെക്കണം. ഞാൻ അവനെ കോടിയേരെ ഫോണിൽ വിളിച്ചു കൊടുത്ത് പറഞ്ഞോളാൻ പറഞ്ഞു. മാണിസാർ എന്നെ യോഗം മാറ്റിവെച്ചെന്ന് പറഞ്ഞു.
അങ്ങനെ ആ പരിപാടി വേണമെന്ന് വെച്ചു. അപ്പോൾ ഇതെന്നാ കാര്യം? ഞാൻ നേരെ നമ്മുടെ പയ്യൻ പി എ താമസിക്കാൻ മുകളിലോട്ട് ചെന്നു. മുകളിൽ ചെന്ന് പാലായിലുണ്ട്, ഇപ്പോഴും നല്ല മിടുക്കനായ മനുഷ്യനാണ്. ചെന്ന് കഴിഞ്ഞപ്പം അവൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്, രാത്രി മാണിസാറിനെ ഉറക്കിയിട്ടില്ല, മകനും മകൻ്റെ പെമ്പിളേയും കൂടെ. ഉന്തും തള്ളും ഉണ്ടായിരുന്ന അവൻ ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് മാണിസാറിനെ തല്ലിയെന്നാണ്. ആ ശിക്ഷയാണ് ഇപ്പോൾ മകൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ തല്ലി ആ ശിക്ഷ കിട്ടാതിരിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച്. മാണിസാർ എന്തൊരു ദുഃഖത്തിലായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ചീഫ് വിപ്പ് സ്ഥാനത്തിന് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ചെറിയ അകൽച്ചയുണ്ടായിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ തട്ടിവെച്ച് കെ എം മാണി മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയെന്ന് ഞാൻ ചെയ്ത് തെറ്റാണ്. എനിക്ക് ഉമ്മൻചാണ്ടിയോട് ക്ഷമ പറയാൻ ഇപ്പം ഇപ്പോഴും ഞാൻ ക്ഷമ പറയുന്നുണ്ട് തന്നെ അതിന്. ഏതായാലും പിറ്റേ ദിവസം നിയമസഭ നടന്നുകൊണ്ടിരിക്കുക. നിയമസഭ നടന്നുകൊണ്ടിരുന്നപ്പം ഏത് അഭിപ്രായം ചീഫ് വിപ്പ് പറയേണ്ടതാണ്. സ്പീക്കർ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്നോട്. അപ്പോൾ ഞാൻ ആധികാരികമായിട്ട് ചീഫ് വിപ്പ് അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഏറ്റു, മുഖ്യമന്ത്രി. വെച്ച് കഴിഞ്ഞ് PCOR പറഞ്ഞ അഭിപ്രായം PCORൻ്റെയാണ്, ഗവൺമെൻറ് അഭിപ്രായം ഇതാണെന്ന് മാറ്റി പറഞ്ഞു. മാറ്റിയെന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുത്തി. എന്നാൽ ഞാൻ പറഞ്ഞു ശരിയാണെന്ന് സത്യം അതങ്ങ് പറഞ്ഞു. അതായത് എനിക്കിട്ടൊന്ന് കുത്തിയതാണ്. ഏത് മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ പോയതിനുള്ള കുത്തായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എല്ലാവർക്കും മനസ്സിലായി, സഭയിൽ നിന്ന് എല്ലാവർക്കും വിവരം മനസ്സിലായി. ഞാൻ ചീഫ് വിപ്പിൻ്റെ ഓഫീസ് ചെന്നിട്ട് നേരെ ഒന്നും മിണ്ടിയില്ല, നേരെ 2 കത്ത് ഡ്രാഫ്റ്റ് ചെയ്തു. ഒന്ന് സ്പീക്കർക്കും ഒന്ന് മുഖ്യമന്ത്രിക്കും. ഞാൻ എൻ്റെ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു, കുഴപ്പമില്ലല്ലോ. സ്പീക്കർക്കുള്ളത് ഞാൻ നേരെ കൊണ്ടുപോയി സ്പീക്കറെ കൊടുത്തു. അന്ന് നമ്മുടെ ശക്തനാണ്, ഞാൻ രാജിവെച്ചിരിക്കുന്നു പറഞ്ഞു. പുള്ളി നിർബന്ധിച്ചു, ഞാൻ എന്നോട് പറയണ്ട, ഞാൻ രാജിവെച്ചതാണെന്ന്. മുഖ്യമന്ത്രി കൊടുത്തു, പ്യൂണിന് സ്റ്റാഫിന് കൊടുത്തു, സ്റ്റാഫ് കൊണ്ട് മുഖ്യമന്ത്രി ഓഫീസ് നിയമസേരി കൊടുത്തു. ഞാൻ മുറിലോട്ട് പോയി. ഒരു 2 മിനിറ്റ് ഉമ്മൻചാണ്ടി പാഞ്ഞ് എൻ്റെ മുകളിൽ വന്നു. ചോരെ, ഞാനൊന്ന് പറയേണ്ട രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ ചേട്ടാ PCOറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, പറഞ്ഞതാണ്, ഞാൻ രാജിവെച്ചതാണ്, ചേട്ടനോട് മിണ്ടണ്ടെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ രാജിവെച്ച് പിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചീഫ് വിപ്പ് സ്ഥാനം രാജിവെച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞത്, എനിക്ക് മന്ത്രിയാണോ VS-ൻ്റെ ക്യാബിനറ്റിൽ ഞാനുണ്ടെന്ന് പുള്ളി പത്രക്കാട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? അന്ന് ജോസഫും മാണി ഉൾപ്പെടെ ഉള്ളവർ ഒറ്റക്കെട്ടായിട്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിൽ എന്നെ മന്ത്രിയാക്കാൻ VS-ൻ്റെ ഗവൺമെൻറ്റിൽ VS സ്ട്രോങ് ആൻഡ് സ്റ്റാൻഡ് എടുത്തതാണ്. അപ്പോൾ പിണറായി വിജയൻ ഞാനോട്ട് അടിയായിട്ട് പിന്നെ ആ ഗവൺമെൻറ്റിൽ വന്ന VS മുഖ്യമന്ത്രി പിന്നെ എത്ര നാൾ പോകും? ഞാൻ VS എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആൾ VS അച്യുതാനന്ദനാണ്. ഞാൻ അങ്ങനെ മതികെട്ടാനും കൊണ്ടുപോയതാരാ? ഞാൻ വിളിച്ചാൽ കൊണ്ടുപോയത് അദ്ദേഹത്തെ. മൂന്നാർ കൊണ്ടുപോയതാരാ? ഞാനില്ലേ. പീരുമേട് പാവങ്ങൾ 9 വയസ്സുകാരി ആത്മഹത്യ ചെയ്തപ്പം അവിടെ കൊണ്ടുപോയതും അവിടെ മുഴുവൻ അരി വിതരണം നടത്തിയൊക്കെ ഞാൻ തന്നെയാണ് VS-നെ കൊണ്ടുപോയി. VS ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇന്നും വാഗമൺ ഇതുപോലെ ടൗണായത് ഇങ്ങനെ വാഗമണ്ണിലേക്കുള്ള വഴി മണർകാടൻ്റെ എസ്റ്റേറ്റിനകത്തോട് വഴിയില്ല, അവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ അച്യുതാനന്ദ കലയെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് ചില വഴിയുണ്ട്. ഇപ്പോൾ ടാറിട്ട് 1-ാം തരം വഴിയായി. ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന, ഞാൻ മരിക്കുന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം VS അച്യുതാനന്ദനാണ്. അത് കഴിഞ്ഞ ഒരാളേ ഉള്ളൂ. അത് കഴിഞ്ഞ ഒരാളില്ല എനിക്ക് പറയാൻ. ഉമ്മൻചാണ്ടി നല്ലവനായിരുന്നു, ഇവിടെ ഞാൻ നിഷേധിക്കുന്നില്ല, അദ്ദേഹം ഒരു നല്ലവനായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട്, അതിൽ തെറ്റുണ്ട്. എൻ്റെ ഈ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയിൽ ഒരു ചെറിയ തെറ്റുണ്ട്, അത് ഞാൻ ഈ ചർച്ച പറയുന്നില്ല, എന്തുവാട്ടെ അത് പറയുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്നാലും ഒരു മനുഷ്യൻ എന്നതിലുള്ള ദൗർബല്യം മാത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം വളരെയേറെ നന്മ ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് VS-നെയും ഉമ്മൻചാണ്ടിയും ഒക്കെ മറക്കാൻ പറ്റാത്ത ആളാണ്. പിന്നെ ജോസഫ് മാണിയായിട്ട് ഈ ലോകം മുഴുവൻ വിചാരിച്ചിരിക്കുന്നത് ജോസഫ് ഒരു മാന്യനും മാണി ഒരു കള്ളനാണ്. ഞാനായി മാണിയെ കള്ളനാക്കിയ പ്രസംഗിച്ച് പക്ഷേ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞേക്കാം, മാണിയുടെ 1000-ൽ-1 നന്മ ജോസഫിനില്ല. അത് പറയേണ്ടി വന്ന് ക്ഷമിക്കണം, ഞാൻ തറപ്പിച്ച് പറയുന്നു. 1000-ൽ-1 നന്മ ജോസഫിനില്ല. അത്രമാത്രം നന്മയുള്ളവനായിരുന്നു KM മാണി. അങ്ങേര് ഒരു ശുദ്ധനായ മനുഷ്യനായിരുന്നു. അങ്ങേരുടെ മറ്റ് ചരിത്രങ്ങളൊന്നും രഹസ്യമൊന്നും ഇപ്പോൾ പറയുന്നില്ല. അത് പറഞ്ഞാൽ അതൊക്കെ വലിയ ഹിറ്റാകുന്ന കാര്യമാണ്. പക്ഷേ എനിക്കങ്ങനെ ഹിറ്റാക്കി ഇപ്പോൾ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
അങ്ങനെ നല്ല നിലയിലൊക്കെ പോകുന്നു. പിന്നെ MLA ആയി തേവരക്കോളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ MLA ആണ്. ആ MLA ആയ കാലം മുതൽ തേവരക്കോളയിലെ അച്ഛനും എല്ലാം വരെ എന്നെ തേവരക്കോളയിലൊന്ന് കൊണ്ടുപോകാൻ. ഏത് കോള അടിച്ചു ചേർത്തിട്ടുള്ളതാണ്. അടിച്ചു ചേർത്ത് മാത്രമല്ല, ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ സ്റ്റീൽ അശോക ചെയർ മുഴുവൻ ഞാനും പിള്ളേരും കൂടെ ചുവന്നുകൊണ്ട് കയ്യിൽ കൊണ്ടിട്ടതാണ്. എന്തെല്ലാം ഉപദ്രവം അച്ഛന്മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എങ്കിലും അച്ഛന്മാരെ ഒന്ന് നിർബന്ധിക്കുക, വാ 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 വാന്ന്. ഞാൻ പതുക്കെ എനിക്ക് മനസ്സിന് വിഷമം കഴിഞ്ഞ് ഞാൻ പോകലാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ചീവിപ്പായി കഴിഞ്ഞപ്പോൾ പ്രിയോച്ചൻ ഉൾപ്പെടെ അവിടെ വന്നു. അവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള വലിയ പൊതുസമ്മേളനമാണ്. അതിന് ഉദ്ഘാടകനായിട്ട് കോളേജ് കമ്മിറ്റിയും മാനേജ്മെൻറ്റ് തീരുമാനിച്ച് ഈ PC ജോർജാണ് വരണം. അങ്ങനെ ഞാൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ചെന്ന് വന്ന് നാട്ടുകാരും എല്ലാമായിട്ട് ആയിരക്കണക്കിന് ആട് കൂടി ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കഴിഞ്ഞ ആളായിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇതെല്ലാം കടന്നു വന്നു. പിള്ളേർ മാത്രമല്ലല്ലോ, കാരണവന്മാർ, നാട്ടുകാർ മുഴുവനുണ്ട്. ഞാൻ ചെയ്ത പൂക്കൃത്തരം മുഴുവൻ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നെ ഉദ്ഘാടകനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആദ്യം പറഞ്ഞു, എൻ്റെ മക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ള. മക്കളോട് വിനയപരിസരം PC ജോർജ് പറയുന്നു, നിങ്ങൾ എന്നെ മാതൃകയാക്കരുത്. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ പറയാൻ പോവാണ്. ആ കസേരയെല്ലാം കൂടെ കൊണ്ട് അവിടെ ഇട്ടത് തെറ്റും, അവിടെ ഈ കോളയെ അടിച്ചു തകർത്തതും, പ്രിൻസിപ്പലിൻ്റെ മുറിയിലിരുന്ന മേശ ഉൾപ്പെടെ അടിച്ചു തകർത്തതും, സ്റ്റാഫിൻ്റെ മുറി കയറി തകർത്തതും, സാറന്മാരുടെ മുറി തകർത്തതും, ചെയ്ത വൃത്തികേട് മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും സ്തബ്ധരായി നിൽക്കുക. അത്ര വൃത്തികേടല്ലേ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിനൊക്കെ പരിഹാരം ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, അല്ല ഞാനിവിടെ വരില്ലായിരുന്നു. അന്ന് മുതൽ 80 മുതൽ എന്നെ അച്ഛന്മാർ വിളിക്കുന്ന ഞാൻ വരാതിരുന്നതാണ്. ഇപ്പോൾ വരാൻ കാരണം ഇത് പരിഹാരത്തിനുള്ള അവസരം എന്ന നിലയിലാണ് നേരെ ചെക്ക് എടുത്തത്. ഇത് ബ്ലാങ്ക് ചെക്കാണ്. ഞാൻ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില എത്രയെന്ന് പറയാൻ എനിക്കറിയില്ല. അത് മുഴുവൻ പ്രിയോറച്ചൻ ഈ ചെക്ക് വാങ്ങണം, കാശ് എഴുതി എത്രയാൾ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് പ്രിയോറച്ചൻ ചാടി വന്ന് ചെക്ക് പിടിച്ചു പറിച്ച് കീറി എന്നു പറഞ്ഞു, PC പറഞ്ഞു, ഞാൻ ഒന്നും തരണ്ട, ഈ സത്യം മുഴുവൻ ഇന്ന് ജനങ്ങളോട് പറഞ്ഞ് ക്ഷമ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ഈ മതി, ഞങ്ങൾക്ക് ഒരു പൈസയും വേണ്ട, എല്ലാ ഉത്തരപ്പടമില്ല മുഴുവൻ തന്നതായി ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു അച്ഛൻ പറഞ്ഞു, പ്രിയോറച്ചൻ. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞത്. തേവര കോളേജിൽ നിന്ന് മാത്രം ഭയങ്കര റബഡിസ് വരെ നടത്തിക്കൊണ്ട് കടകളെ മുഴുവൻ അടിച്ച് തീർക്കുക, ചെയ്യാത്തൊന്നുമില്ലെന്ന്. അങ്ങനെ ഒരു ക്ലെമൻറ്റും ക്ലീറ്റനും ഒരു MR ഒരു ഗോപിനാഥ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. ഗോപിനാഥ് എന്ന് പറയും, മാണിക്കനാഥ്. അങ്ങനെയൊക്കെ മരിച്ചു പോയി കേട്ടോ. നമ്മുടെ വേണുഗോപാലേ, കേശു, അതൊക്കെ അവിടെ പഠിച്ചിരിക്കുകയായിരുന്നു. വേണുഗോപാൽ. അങ്ങനെ വളരെ നല്ല ഒരു വിദ്യാർത്ഥി സമൂഹമായിരുന്നത്. എന്നെ പഠിപ്പിച്ചിരുന്ന സാറന്മാരെയൊക്കെ ഓർക്കുന്നുണ്ട്. എല്ലാവരും നന്ദിയോടെ സ്മരിക്കുന്നു. ഒരാളെങ്കിലും പേര് പറയാൻ പോയാൽ തെറ്റാവും, അതുകൊണ്ടാണ് പറയാത്തത്. എല്ലാവരും നല്ല, അവിടുത്തെ ഒരു തമ്പുരാൻ പ്രിൻസിപ്പലാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ ലോകത്ത് കണ്ടിട്ടില്ല. അങ്ങേരോടൊക്കെ ഇത്ര ഉപദ്രവിച്ചുള്ളത് ഓർക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ നല്ല നിലയിൽ പോകാൻ കഴിയട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെ പിള്ളേർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചെറുപ്പത്തിൽ പിള്ളേർക്ക് എന്ത് ചെയ്യുന്നത്. എന്നെ പറ്റിയതാ, ഇങ്ങനെ സുഖലോലുപനായി അപ്പം പറയുന്ന പോലെ കാശ് തരികയില്ല. ഈ കാശെല്ലാം എന്നെ കാണിക്കും പിന്നെ. അങ്ങനെ പറ്റിയതാണ്. അതായത് പിള്ളേർക്ക് പണം അനധികൃതമായി കൊടുക്കരുത്, എന്നാൽ ആവശ്യത്തിന് കൊടുക്കണം. പിള്ളേരെ കൈ നീട്ടാൻ അനുവദിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. അവരെ കൈ നീട്ടാതെ അവർക്ക് അർഹതപ്പെട്ടത് വാങ്ങി ജീവിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ പിള്ളേരെ വളർത്തണം. സുഖലോലുപന്മാരായി കൂടുതൽ പണം കൊടുത്ത് ആക്കാതിരിക്കാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം എന്നാണ് ഒരു അപ്പൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെയും VS-ൻ്റെയും പറഞ്ഞല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ K. കരുണാകരനാണ്. ആ വലിയ മനുഷ്യനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ എങ്ങനെ പറയണം എനിക്കറിയില്ല. അത്രമാത്രം തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം എന്നെ സ്വന്തം പോലെ കൊണ്ടു നടക്കുകയായിരുന്നു. നിയമസഭയ്ക്കകത്ത് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ വഴക്കുണ്ടാക്കി നിയമസഭ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. വണ്ണപ്പുറം കുടിയേർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി കണ്ട മനുഷ്യൻ മുഴുവൻ അറിയുന്ന കണ്ടുവെച്ച് അവിടെ വന്നിച്ച് സബ്മിഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ സബ്മിഷനകത്ത് ഇങ്ങനെ ഈ കുടിയേർക്കാൻ പാടില്ല എന്നുള്ളപ്പോഴത്തേന് കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. കൈയേറ്റക്കാരൻ അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ബോധമില്ലായിരുന്നു. പഴയ നിയമസഭയാണ്. ഞാൻ ചാടി ആ സീറ്റിലോട്ട് കയറി. ഞാൻ മൈക്ക് പിടിച്ച് വലിച്ചൊരു ഒറ്റ അടിയടിച്ച്
കോപ്പിറക്കുമെന്ന് പറഞ്ഞു, കൊലപാതകം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര സഭ പിരിഞ്ഞു. ഞാൻ എന്നിട്ട് ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വന്നു. രസമല്ല, ജോസഫ് ഉൾപ്പെടെ എല്ലാവരും നന്നായി നന്നായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനെല്ലാം വൃത്തി കാണിച്ചു, വേറെ ആരും സഭയ്ക്ക് അത് കാണിച്ചിട്ടില്ലല്ലോ. എല്ലാവരും നന്നായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കരുണാകരൻ ആൾ വിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേക്കാൻ. കരുണാകരനെ കാണാനോ വേണം. എന്നെ അത്ര ഇഷ്ടമുള്ള മനുഷ്യനാണ്, മനസ്സിലായില്ല, അങ്ങനെ അത്ര ഇഷ്ടമുള്ള മനുഷ്യനെ ഞാൻ. അവസാനം കരുണാകരൻ ആ ഗൺമാനുണ്ട് ഒരു തടിമോളൻ, പുള്ളിയെ പറഞ്ഞു വിട്ടു. പുള്ളിയാണ് പുള്ളിയുടെ മനസാക്ഷി. പുള്ളി വന്നിട്ട് ചെയ്ത് പറഞ്ഞ് ലീഡർക്ക് വളരെ വിഷമമുണ്ട്, ഓടിച്ചെല്ലണം, നിർബന്ധമായിട്ട് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു. ഞാൻ വേഗം ചെന്നു. അപ്പം പഴയ നിയമസഭയുടെ അപ്പുറത്തെ മുറിയിലിരിക്കുക. കയറി ചെന്നു. തൻ്റെ ആവശ്യം എന്നാ? ഞാൻ കുടി ഇറക്കരുത്. കുടി ഇറക്കുന്നില്ല, പ്രശ്നം തീർന്നു പറഞ്ഞു. എന്നാൽ സഭ ചേരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ സഭ ചേർന്നു. അങ്ങനെ കുടിയിറക്ക് വണ്ണപ്പുറംകാരൻ ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ടതാണ് ഞാൻ കാരണം അവിടെ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഈ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ തടയൽ സമരം കേരള കോൺഗ്രസിൻ്റെ ആയിട്ട്, ജോസഫിൻ്റെ ആയിട്ട്. അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള സമരമാണല്ലോ. അപ്പോൾ ട്രെയിൻ തടഞ്ഞ് ഞങ്ങളെങ്ങനെ അപ്പം തേങ്ങയുടെ വിലയിടുവാണ് പ്രശ്നം. ഒരു തേങ്ങ എടുത്ത് ഞാൻ ട്രെയിനിൻ്റെ എഞ്ചിനിട്ട് ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു. തേങ്ങ പൊട്ടി തെറിച്ചു. അപ്പം നമ്മുടെ ഈ പണിക്കരിയായിട്ടുണ്ട് അന്ന് ദേശാഭിമാനി റിപ്പോർട്ടർ, കോട്ടയം ജില്ലാ റിപ്പോർട്ടറാണ്. പുള്ളി അവിടെ ഉണ്ട്. പുള്ളി ജോരോട്ടിയെ ഞാൻ പണിക്കേട്ടാ വെച്ചു. അത് കരുണാകരൻ നെഞ്ചത്തിട്ട് കൊടുത്തതാണല്ലേ. അങ്ങനെ ഇരുന്നോട്ടെന്ന് ഞാൻ മുഴിയാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം ദേശാഭിമാനിയല്ലേ എല്ലാ പത്രവും ഈ തേങ്ങ കരുണാകരൻ നെഞ്ചത്തുനിന്ന് തീർന്നോ എൻ്റെ കഷ്ടകാലം. അങ്ങനെ കാണും. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ലല്ലോ, പക്ഷേ എന്ത് ചെയ്യാൻ വന്നുപോയില്ലേ. കരുണാകരൻ വളരെ വിശദമായിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനൊരു സെക്രട്ടറിയിലോട്ട് ചെല്ലുക. അപ്പം ജേക്കബ് പുള്ളിയുടെ ഓപ്പോസിറ്റായിരിക്കുന്നത്. ജേക്കബിനെ കാണുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ലിഫ്റ്റിലവിടെ നിൽക്കുമ്പോൾ ഇത് കൃത്യം ബെല്ലടിച്ചു. മന്ത്രിമാരാരോ വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റിലവിടെ നിൽക്കുമ്പം വന്നത് കരുണാകരനോ ഒന്ന് ആലോചിച്ച് ചാടി എന്നെ പിടിച്ചു. എടോ ഒരു ചോറുവഴി എടുത്തിട്ടുണ്ടാകും പോലീസുകാരല്ല. ഞാൻ പിന്നെ തല്ലണ്ട, ഞാൻ ഒരു തെറ്റ് പോയി ക്ഷമിക്കുക, കാലെപ്പടി ക്ഷമ പറയുമെന്ന് പറഞ്ഞ് താൻ എന്നാലും അത് പറയാൻ പാടില്ല. ഞാൻ ലീഡറെ പറ്റി പറഞ്ഞതല്ല, പണിക്കരേട്ടം കാണിച്ച് കടുങ്ങിയ അതൊക്കെ ഞാൻ അറിഞ്ഞോളൂ. താൻ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നില്ല, അതുകൊണ്ടാണ് തൻ്റെ എല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞു. ഇത്രയും മനുഷ്യാഴ്ചയുള്ളൊരു മുഖ്യമന്ത്രി എത്ര നല്ലവനായിരുന്നു. കരുണാകരനെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പിണറായിയെ ഞാനിപ്പോൾ എതിർക്കുന്ന വേറൊരു കാര്യം അറിയോ? കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ. അറിയോ? പിണറായി വിജയൻ ഒന്നര കൊല്ലത്തുകൊണ്ടൊന്നും ഇരുന്നില്ല. ആ പിണറായി വിജയൻ ഇരുന്നപ്പോൾ 1676 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ പിണറായിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെ പിണറായി വന്നപ്പോൾ ഇത്രയും ഒരുമിച്ചുണ്ടാക്കിയെന്ന്. എല്ലാ പദ്ധതി ഉണ്ടാക്കാൻ എല്ലാ മന്ത്രിമാരും നടന്നു. ഈ ഒരു ഒടുക്കത്തെ CA2 സമരം കൊണ്ടൊന്നും നടക്കലായിരുന്നു. പുള്ളി മുഖ്യമന്ത്രിയായ അത് ആരാ? പാർട്ടി സെക്രട്ടറിയാ? പിണറായിയാ? ഒറ്റ സമരമല്ല, തീർന്നു. ഒറ്റ മാസം കൊണ്ട് മുഴുവൻ കമ്മീഷൻ ചെയ്തു. മനസ്സിലായില്ലേ? 1767 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കിയ അതിപ്രഗത്ഭനായ വൈദ്യുതി മന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ അങ്ങേരെ മുഖ്യമന്ത്രി ആയപ്പോൾ പഴച്ചുപോയി. അതിൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല. ഏതായാലും അങ്ങേർക്ക് ഇങ്ങനെ ഒരു പിഴവുണ്ട്, അതിലെനിക്ക് ദുഃഖമുണ്ട് എന്ന് മാത്രം ഞാൻ രേഖപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരൊക്കെ എത്രയോ പ്രഗത്ഭന്മാരും മാന്യന്മാരും നീതിബോധമുള്ളവരായിരുന്നു എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം അല്ലത് അന്നത്തെ കമ്മ്യൂണിസം. ഇന്ന് കമ്മ്യൂണിസം പോയി, അതാണ് പ്രശ്നം. ഉദാഹരണം VS ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, EK നായനാർ അല്ല AKG എന്തിനാ EK നായനാരെ പിടിക്കുന്നു? AK ഗോപാലൻ ആരായിരുന്നു? ഇവിടെ ചുരുളികീരത്തോട് കുടിയിറക്കുന്നതിന് ക്രിസ്ത്യാനിയെല്ലാം കൂടെ കൃഷിക്കാരനെ കുടിയിറക്കാൻ തുടങ്ങിയപ്പം അവിടെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് AK ഗോപാലന്. AKG ഇല്ലെങ്കിൽ ഒറ്റ ക്രിസ്ത്യാനി എന്ന ചുരുളികീരത്തിന് ജീവിക്കുക ഇപ്പോഴും. അങ്ങനെ നന്മ ചെയ്തവനാണ് AK ഗോപാലൻ. അതുപോലെ തന്നെ നയനാരൊന്ന് ആലോചിച്ച്, ഇത്രയും പരിശുദ്ധനായ മനുഷ്യൻ. ഞാൻ ഇവിടെ ഈ എഞ്ചിനീയർ ഉണ്ടാക്കിയപ്പം ആ വലിയ മലയുടെ മുകളിലാണ് ഉണ്ടാക്കിയത്. ആ ഇട്ടിങ്ങനെ എന്താണ് എഞ്ചിൻ കോളേജ് ആൻഡ് ടെക്നോളജി പൂഞ്ഞാർ എന്നല്ല, നയനാർ ഹിൽസ് പൂഞ്ഞാർ എന്നിട്ടിരിക്കുന്നത്. നയനാർ ഹിൽസ്, ആ മലയ്ക്ക് നയനാർ ഹിൽസ് എന്ന് പേരിട്ടു. അതിന് കാരണം നയനാർ ഒളിച്ച് താമസിച്ച ആ മലയിലായിരുന്നു. നാത്തന വില്ലിച്ചൻ്റെ വീട്ടിലാണ് താമസിച്ചത് ഒളിച്ച്.
അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെയെങ്കിലും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഒളിച്ചു താമസിക്കാൻ വി എസ് കൂടായിരുന്നു. വി എസ് അവിടെ പൂഞ്ഞാറ്റിൽ ഒളിച്ചു താമസിച്ച വീടുണ്ട്. അവിടെ വെച്ചാണ് ഈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവിടെ മുതൽ ഇടിച്ചു. കുളിക്കാനറിയാം, 5:30 മണിക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പിടിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് പാലാവരെ ഇട്ടിച്ചു. ചോര് ഇടിച്ചു കൊണ്ട് പിടിച്ച് കാലിനകത്തോട് ബാനറ്റ് കുത്തി കയറ്റി. ഞാൻ പുള്ളിയെ വി എസ് മരിക്കുമ്പോൾ കാല് ഞാൻ നോക്കിയിട്ടുണ്ട്. കാല് ആ പാട് കിടപ്പുണ്ടായിരുന്നു ബാനറ്റിൻ്റെ, അറിയാമോ? ആ നയന വി എസ് വിളിച്ച് താമസിച്ച് വീട്ടിലോട്ടുള്ള റോഡ് ടാർ വെച്ചാൽ വി എസ് എച്ച് റോഡെന്ന് ഞാൻ പേര് കൊടുത്തു. ഈ കാരണന്മാരൊക്കെ സ്മരിക്കുന്നതിനൊരു മാന്യത ഉണ്ടാവുകൊണ്ടാണ്. ഈ കെ നയനാർ എത്രയോ മാന്യനായിരുന്നു. അങ്ങേരെ പോലെ ഒരു മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. എല്ലാവരും കുറ്റം പറയും കമ്മ്യൂണിസ്റ്റിന്. എന്താ കമ്മ്യൂണിസ്റ്റിന് കുഴപ്പം? എ കെ ജിയുടെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? ഇ കെ നയനാരുടെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? സഖാവ് വി എസ് അച്യുതാനൻ്റെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? ഗൗരിയമ്മ പിന്നെ അഹങ്കാരിയായിരുന്നു. മരിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും അവിടെ സ്ഥിരം അടിക്കായിരുന്നു. പക്ഷേ വേറെ കാര്യമാണ്, അവരവിടെ കുത്തിയിരുന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കുമായിരുന്നു. കേരളം കണ്ട അഡ്മിനിസ്ട്രേഷന്മാരിൽ ഭരണാധികാരിയിൽ ഏറ്റവും പ്രഗത്ഭയായ വ്യക്തി ഗൗരമ്മയാണ്. ഗൗരമ്മ തീരുമാനിച്ചാൽ നടപ്പാക്കും. വേറെയുള്ള നേതാക്കന്മാരുടെ നിന്ന് ആളുകളിൽ നിന്ന് കരഞ്ഞാലൊക്കെ രക്ഷപ്പെടും. ഗൗരമ്മയുടെ രക്ഷയില്ല, കണ്ണടച്ചിരിക്കുക. അതുകൊണ്ട് സ്വഭാവമായിരുന്നു. ഞാനും ഗൗരമ്മയുടെ സ്ഥിരം അടിയുണ്ടാക്കുമായിരുന്നു. കാരണം ഗൗരമ്മ എന്നെപ്പറ്റി വൃത്തികേട് പറഞ്ഞു. സത്യത്തിൽ അവർ പറഞ്ഞ വൃത്തികേട് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ച, അവരെ അത് സത്യം ബോധ്യപ്പെടുമ്പം എന്നെ വിളിച്ചു ഒരു ദിവസം, ജോറേ ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞത് ശരിയായില്ല, ക്ഷമിക്കടാവൂ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യുമായിരുന്നു. ഒരു നല്ല സ്ത്രീ. അങ്ങനെ സത്യത്തിൽ അവരുടെയൊക്കെ കഴിവ് ഒന്ന് ആലോചിച്ച്, അവർ ഒരു കുടുംബജീവിതം ടി വി തോമസ് കല്യാണം കഴിച്ചാൽ കുടുംബജീവിതമുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി തീരുമാനം ടി വി തോമസ് ഗൗരിയമ്മയെ കെട്ടട്ടെ എന്ന് കെട്ടി. ഇന്നങ്ങനെ പാട്ട് പറഞ്ഞ് കേൾക്കാൻ വല്ലതും ഉണ്ടോ? അന്നത്തെ കാലം അതായിരുന്നു. ആ കമ്മ്യൂണിസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ കേരളത്തിന് നഷ്ടമാണ്. ഇന്ന് കമ്മ്യൂണിസം എവിടെയാണ്? പിണറായി വിജയൻ്റെ കമ്മ്യൂണിസം എന്ന മകളുടെ കമ്മ്യൂണിസവും മകൻ്റെ കമ്മ്യൂണിസവും ആയി തീർന്നോ? കോൺഗ്രസും തകർന്നു. ഇത് ആകപ്പാടിന് കടന്നു വേണ്ട ബി ജെ പി തന്നെ. അതായത് ലോക നേതാവായി ഉയർന്നിരിക്കുന്ന നരേന്ദ്രമോദിജിക്കല്ലാതെ ഈ കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല. 7 ലക്ഷം കോടി രൂപ കടത്തിൽ കേരളം നിൽക്കുക. എങ്ങനെ കേരളത്തെ രക്ഷിക്കും? കടക്കണിയിലായി കേരളത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതിന് നരേന്ദ്രമോദിജി ഞങ്ങളെ സഹായിക്കണം തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പിണറായി വിജയൻ പോയി കണ്ടിട്ടുണ്ട്. ആ പിണറായി വിജയൻ അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ ലൈനെ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ നന്നായി. ഇവിടെ സി പി ഐ എതിർക്കട്ടെ. പക്ഷേ CPM തൻ്റെ ഇടത്തോടെ ഒപ്പിട്ടു എന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കേരളം, തമിഴ്നാട് എപ്പോഴും ദേശീയ നയത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുക. എന്തിനാണ്? നമുക്ക് നഷ്ടമല്ല ലാഭമല്ലോ ഉണ്ടോ? ദേശീയ നയത്തോടൊപ്പം നിൽക്കാനുള്ള CPMൻ്റെ ഇപ്പോഴത്തെ പിണറായിയുടെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു നിവേദനവും എൻ്റെ കിട്ടിയാൽ അത് ചിലയിടത്ത് അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഒരെണ്ണം കളഞ്ഞു പോയാൽ അവരുടെ ആളുകളെ തപ്പിപ്പിടിച്ച് വീണ്ടും എഴുതി ചെയ്യാൻ പഠിക്കുകയായിരുന്നു. കാരണം ഒരു ആളുടെയും ഒരു കാര്യത്തിലും അലംഭാവം ജനപ്രതിനിധി കാണിക്കാൻ പാടില്ല. അതിന് മാതൃകയാണോ എന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. എനിക്കിപ്പോഴുള്ള MLA മാരോട് പറയാനുള്ളത്, നിങ്ങൾ അല്പം കൂടി ഒരു ശുഷ്കാന്തിയുള്ളവരായി, ജനകീയ പ്രശ്നങ്ങൾ പഠിക്കുന്നവരായി പഠിക്കലൊന്നും. അത് TN ജേക്കബാണ് മാതൃക. ജേക്കബിനെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്താ കാര്യം? പഠിക്കുമായിരുന്നു. ജേക്കബിന് എല്ലാം അറിയാം. ജേക്കബ് പഠിക്കും. ഏത് കാര്യം ചോദിച്ചാൽ ഉത്തരം ജേക്കബിൻ്റെ ഉണ്ടായിരുന്നു. അതാണ് TM ജേക്കബിൻ്റെ ഗുണം. അങ്ങനെ ചെറുപ്പത്തിൽ മരിച്ചു, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ആ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രി TN ജേക്കബ് തന്നെയാണ്. ബാക്കിയുള്ള മന്ത്രിമാർ മോശം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ജേക്കബാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രാവർത്തികമാക്കിയ ഒരു മന്ത്രി. അതായത് ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നു, അന്ന് ജേക്കബ് ഉണ്ടാക്കിയ പ്രീ ഡിഗ്രി ബോർഡായി ഹയർ സെക്കൻഡറി. ജേക്കബ് അതിൻ്റെ ആള്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയായ ജേക്കബ് വന്ന ശേഷം കരിക്കുലം പരിഷ്കരിക്കുന്നു. അതിനു മുമ്പ് അതൊന്ന് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിട്ട് പരിശോധിച്ചിട്ടേ ഇല്ലായിരുന്നു. എത്ര മന്ത്രിമാർ വന്നതാണ്. അതെല്ലാം പരിഷ്കരിച്ച് ഇന്നത്തെ നിലയിലുള്ള വിദ്യാഭ്യാസ രീതി കുഞ്ഞുങ്ങൾക്കാക്കി കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിയാണ് TM ജേക്കബ്. ആ ജേക്കബിനെ അതാണ് ഞാൻ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞത്. പിന്നെ MLA എന്ന നിലയിൽ എനിക്ക്
ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എല്ലാ സഹായവും എല്ലാവരും ചെയ്തിരുന്നു. എല്ലാ മന്ത്രിമാരും നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പം വയനാട് ജില്ലയിലാകെ 5 തുടങ്ങി. ഇവിടെ എൻ്റെ നിയമമുള്ളത് 13 തുടങ്ങി. മനസ്സിലായില്ലേ? അത് 13 കത്തോലിക്ക മാനേജ്മെൻറ്റിനും, ഒരെണ്ണം പൂഞ്ഞാർ രാജകുടുംബത്തിനും, ഒരെണ്ണം നമ്മുടെ കള്ളിവേലി കുടുംബത്തിന് ഏന്തയ കൂട്ടിക്ക് പഞ്ചായത്ത് ഏതിലും ഉള്ളൂ. അത് കള്ളിവേലിയുടെ കുടുംബമായിരുന്നു. ഏന്തയ സ്കൂളിന് കൊടുത്തു. ഏന്തയ സ്കൂളൊന്ന്, പിന്നെ പൂഞ്ഞാർ രാജകുടുംബത്തിന് SNDP ആയിട്ട് ആരും വന്നില്ല, ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണെങ്കിലും നമ്മൾ അവിടെ കോരുത്തോട് സ്കൂളിൽ കൊടുത്തു. SNDP എന്നുള്ള വെച്ച് കോരുത്തോട് സ്കൂളിൽ കൊടുത്തു. അങ്ങനെ ടോട്ടൽ 13 സ്കൂളിൽ നമ്മൾ ഹയർ സെക്കൻഡറി കൊടുത്തു. ബാക്കി മുഴുവൻ കത്തോലിക്ക പല ബിഷപ്പിൻ്റെ മാനേജ്മെൻറ്റിലാണ് കൊടുത്തത്. കാരണം ഇല്ലെങ്കിൽ അത് കൈക്കൂലി അഴിമതിയാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ വരുമ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർ ചുമ്മാ വന്ന് അഭിനയിക്കാൻ പറഞ്ഞ് വന്ന് ഞാൻ എന്നെങ്കിലും വെച്ച് അഭിനയിച്ച് കൊടുത്തേക്കും. നമുക്ക് തന്നെ കേട്ടോ, അവരുടെ ആഗ്രഹമല്ലേ. അത് ഒരു തമാശ പറയാം അതിനകത്ത്. അതിൽ ഈ KK റോഡെന്ന് പറ്റും അതിന് പേര്. ആ സിനിമയ്ക്കകത്ത് ഒരു നടൻ കലിങ്ങിൻ്റെ അവിടെ വെച്ച് ഇവൻ ഒരു പെണ്ണിനെ പിടിക്കുകയാണ്. അപ്പം ഞാനങ്ങോട്ട് ചെല്ലുന്നു. കാറിൽ വരികയാണ്. കാറിൽ ചാടി ഇറങ്ങിയിട്ട് പെണ്ണെ വിടറാന്ന് പറഞ്ഞു. അവൻ എന്നെ ചീത്ത വിളിക്കുന്നു, കൊടുക്കും തട്ടി. ഇതാണ് ഭാഗം. ഞാൻ കാറിൽ ചെന്നിറങ്ങി, ചാടി ഇറങ്ങി വിടറാന്ന് പറഞ്ഞു. അവൻ വിട്ടുന്നില്ല പറഞ്ഞു, ഒരടി കൊടുത്തു. ഉടനെ പറഞ്ഞു അടി ശരിയായില്ലെന്ന് പറഞ്ഞു. അടിയേ ശരിയായില്ല. അപ്പോൾ എന്നാ ചെയ്യണം? വലിച്ചടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഈ അടി കൊള്ളണവൻ അടി കൊണ്ടില്ലെന്ന് ചുമ്മാ വലിച്ചടിക്കണമെന്ന് പറഞ്ഞു. ആ കാര്യമായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാറിൽ ചെന്നിറങ്ങി വിടറാന്ന് പറഞ്ഞു. വീട്ടിൽ ഒറ്റ അട്ടി കുഴിച്ചു ഇട്ടപ്പൊത്തൊന്ന് ഓടെ കിടക്കും. അയ്യോ, ഒരു സങ്കടമായി പോയെന്ന്. എന്നാ അടിക്കാതിരിക്കാൻ പറ്റുമോ? ചോരടിച്ചതാ. അപ്പോൾ എനിക്ക് സങ്കടം അതല്ല. ഓടേന്ന് പതുക്കെ അവരൊക്കെ വലിച്ചേൽപ്പിച്ചവൻ പറയാം ഒറിജിനാലിറ്റി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് എൻ്റെ സങ്കടം എത്ര വലുതാകും. അത്രയും വലിയ അടി ഞാൻ കൊടുത്ത് സങ്കടമായിപ്പോയി. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി ഉണ്ട്. ഈ ഒരെണ്ണത്തിനകത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് മറ്റോ അല്ല പ്രതിപക്ഷ നേതാവായിട്ടാണ് അഭിനയിച്ചത്. അങ്ങനെ കുറേയേറെ സിനിമയുണ്ട്, ഒത്തിരി സിനിമ ഉണ്ടെന്ന് നിങ്ങൾ തല കാണിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് ഈ വാഗമണ്ണ് സിനിമാ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ സിനിമാക്കാർ അപ്പോൾ ഞാൻ അതിലെ മുമ്പത്തെ കയ്യിൽ കാണിക്കും, ഒന്ന് തല കാണിച്ചേക്കെ, അന്ന് കാണിച്ചേക്കാന്ന് പറയും. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വന്ന സിനിമാ അഭിനയം ഇത് മുഴുവൻ.